ഹായ് TM ഫാമിലി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 ഇപ്പൊ അടുത്ത് റിലീസായിട്ടുള്ള വേറെ ലെവല് ട്വിസ്റ്റുകൾ നിറച്ചിട്ടുള്ള ഒരു കിഡിലോസ്കി മറാത്തി ക്രൈം ത്രില്ലർ സീരീസ് ആണ്. സീരീസിന്റെ പേര് ദേവ് ഖേൽ. ഈ കഥയുടെ റേറ്റിംഗ് തന്നെ നല്ല ടോപ്പിലുള്ള കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാല് മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഒരു ഉത്സവത്തിനിടയിലെ അവിടുത്തെ ഉത്സവ കുളത്തിലെ പല ആളുകളുടെയും ഡെഡ് ബോഡി പൊന്താണ്. ആ ഗ്രാമത്തിൽ വിശ്വാസം മരണപ്പെടുന്ന ആളുകളൊക്കെ തിന്മ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ ദേവകോപത്തിന് ഇരയാവുന്നതാണെന്നാണ്. എന്നാല് ആ ഗ്രാമത്തിലേക്ക് പുതുതായിട്ട് വന്ന നമ്മുടെ ഈ കഥയിലെ നായകനായ ഇൻസ്പെക്ടറിനെ അവര് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം പ്ലാൻഡ് മർഡേഴ്സ് പോലെ. അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ തേടിയിറങ്ങിയപ്പോ ഓരോ സെക്കൻഡും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലോഡ് ട്വിസ്റ്റുമായിട്ടാണ് ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കഥയെക്കുറിച്ച് ഇനിയും അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ കളയുന്നില്ല. ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനും സപ്പോർട്ടുമായിട്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പല കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇതിലും അടിപൊളി കഥകൾക്ക് നമ്മുടെ ട്വിസ്റ്റ് മലയാളി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. കഥയുടെ ആരംഭത്തില് ശങ്കസുര എന്ന ഒരു ഗ്രാമത്തിലെ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എവളിന്റെ തിന്മയുടെ ശക്തി ആ നാട്ടില് പടരാൻ തുടങ്ങുമ്പോൾ അവര് വിശ്വസിക്കുന്ന സുകുമാത എന്ന ദേവിയും അതുപോലെ മന്ദ്വേശ്വര എന്ന ദേവനും ആ നാടിനെ രക്ഷപ്പെടുത്തുന്നതാണ് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ വിശ്വാസം. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലെ ഒരു പയ്യനിലെ അവിടത്തെ അമ്പലക്കുളത്തിലെ ജഡമായിട്ട് പൊന്താണ്. അപ്പോൾ അവിടെ കൂടിയ ജനങ്ങള് കരുതുന്നത് എന്താന്ന് വെച്ചാല് അവന്റെ സ്വഭാവം മോശമായിരുന്നു, അവന്റെ ഉള്ളില് തിന്മയുണ്ടായിരുന്നു, അതിനെ ഇല്ലാതെയാക്കാനാണ് അവർ വിശ്വസിക്കുന്ന ദേവനും ദേവിയും അവന്റെ ജീവൻ എടുത്തത്. അങ്ങനെ ആ ജനങ്ങൾ മുഴുവൻ ആക്രോശിച്ചുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങ് നടത്തുകയാണ്. അടുത്ത സീനിലെ ആ ഗ്രാമത്തിലെ സ്റ്റേഷനിലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റേഷനിലെ അസിസ്റ്റൻസ് ഒക്കെ ഇൻസ്പെക്ടർ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയാക്കാനുള്ള ശ്രമത്തിലാണ്. അതേ സമയത്താണ് നമ്മളൊരു പ്രായമായിട്ടുള്ള ഒരാൾ ഷേവ് ചെയ്ത് കൊടുക്കുന്ന കാണുന്നത്. ഇങ്ങേര് തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ഇൻസ്പെക്ടർ വിശ്വാസ്. അച്ഛൻ താടി പഠിച്ചാല് മുറിഞ്ഞു പോകുന്ന പേടിച്ചിട്ടാണ് ഹീറോ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഹീറോയുടെ ഫോൺ റിംഗ് ആവുന്നുണ്ട്. അച്ഛനാണെങ്കിൽ എടാ ഫോൺ എടുക്കടാ, ഇന്ന് സ്റ്റേഷനിലേക്ക് പോകുന്ന ഫസ്റ്റ് ദിവസമല്ലേ, വെറുതെ സമയം കളയാന് എന്റെ താഴെ പിന്നാലെ നിൽക്കണോ? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞതാ ഒരു കല്യാണം കഴിക്കാന്. അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം അവള് ചെയ്തു തരില്ലേ? അപ്പോൾ കുറെ ടെൻഷൻ നിനക്ക് കുറയില്ലേ? അത് കേട്ടപ്പോ ഹീറോ ഇൻസ്പെക്ടറിന് കലിപ്പ് വരികയാണ്. അച്ഛനോട് ഞാൻ പലപ്പോഴും പറഞ്ഞതാ കല്യാണത്തിന്റെ കാര്യം വെറുതെ എടുത്തിടരുതെന്ന്. പിന്നെ ഇതൊന്നും ചെയ്യുന്നത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പൊ അച്ഛനാണെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പറയാതിരിക്കുന്നതല്ലേ. പിന്നെ നമ്മളിപ്പോ ഉള്ളത് പുതിയ നാട്ടിലാണ്. ഈ ഏരിയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാല് ഉടനെ വിളിച്ചോളണം. അങ്ങനെ ഹീറോ അവിടുന്ന് സ്റ്റേഷനിലേക്ക് തിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ പൂജാ ചടങ്ങുകൾ നടക്കാൻ നമ്മൾ കാണുന്നുണ്ട്. സ്റ്റേഷനിലാണെങ്കിൽ അസിസ്റ്റൻസ് പോലീസുകാർ കുറെ നേരമായിട്ട് ഇൻസ്പെക്ടറെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യേണ്ട സമയമായിട്ടും ആളെത്തിയിട്ടില്ല. ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ ആ ഒരു പൂജ ചടങ്ങിന്റെ പ്രസാദം എല്ലാ ആളുകളും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും ഹീറോ പരിചയപ്പെട്ട ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോ ഈ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നത് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടാ. അതായത് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു മൈൻഡില്ലേ. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പോഴാണ് അസിസ്റ്റന്റ് SI പറയുന്നത്, കുറച്ചു മുമ്പ് SP സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഗ്രാമത്തിലൊന്ന് ഇറങ്ങി ഒന്ന് റൗണ്ട് അടിച്ച് ചെക്ക് ചെയ്യാനും ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോ ഇൻസ്പെക്ടർ ആണെങ്കിൽ അങ്ങേരിക്ക് തലക്ക് പിരാന്ത. ഞാനൊരു കാര്യം ചെയ്യും, നല്ല തണുത്ത ഒരു ബീറും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ടോ. അപ്പോൾ SI ആണെങ്കിൽ ആ ഒരു നാട്ടിലെ ഓരോ ഏരിയയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഹീറോയുടെ ഫോണിലേക്കൊരു വീഡിയോ വരുന്നത്. അതേതാന്ന് വെച്ചാല് കഥയുടെ ആരംഭത്തില് ദേവീദേവന്റെ കോപം കൊണ്ട് ഒരു അമ്പലക്കുളത്തില് ഒരാള് മരണപ്പെട്ട് കിടന്നിരുന്നില്ലേ, ആ മരണത്തിന് പിന്നിലെ ചില മിസ്റ്ററി ഉണ്ടെന്ന് ഒരു വ്ളോഗർ നടത്തിയ എപ്പിസോഡാണത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് SP-യുടെ കോള് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നോട് സ്റ്റേഷനിൽ ജോയിൻ ചെയ്തോടാൻ തന്നെ എന്നെ വിളിക്കാൻ പറഞ്ഞല്ലേ, കുറച്ചൊരു ബഹുമാനൊക്കെ ആവാട്ടാ, ഞാനൊന്നുമില്ലല്ലോ നിന്റെ SP അല്ലടാ. അപ്പൊ ഹീറോ ആണെങ്കിൽ എന്റെ പരീക്ഷ പേപ്പർ കോപ്പി അടിച്ചിട്ടല്ലേ നീ SP ആയേ? അതൊക്കെ കഴിഞ്ഞിട്ട് വർഷം കുറെ ആയില്ലടാ. ഇപ്പൊ നമ്മുടെ സർവീസിന്റെ ഏകദേശം പകുതി മുക്കാലും കഴിഞ്ഞ്. പിന്നെ നിന്നെ ഞാൻ ആ നാട്ടിലേക്ക് അയച്ചത് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. നിനക്ക് കുറച്ചു നേരത്തെ ഞാനൊരു യൂട്യൂബ് വീഡിയോ അയച്ചല്ലേ ആ നാട്ടിൽ നടക്കുന്ന ചില മർഡറിനെ കുറിച്ച്. അപ്പൊ ഹീറോ, അത് മർഡർ ആണോ? അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. ആ ഗ്രാമത്തില് പല മിസ്റ്ററികളും ആരൊക്കെ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കലിപ്പായ നമ്മുടെ ഹീറോ വിശ്വാസ് നിന്നോട് ഞാൻ എനിക്ക് കുറച്ച് സമാധാനം തരാൻ വേണ്ടി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രാമത്തിലേക്ക് അയക്കാനല്ലേ റിക്വസ്റ്റ് ചെയ്തേ. അപ്പൊ SP, നമ്മള് പോലീസുകാരാടാ, നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല. നിനക്ക് നല്ല കഴിവുണ്ടെങ്കിലും നിന്റെ മടി കൊണ്ടാണ് ഇപ്പോഴും നീ ഇൻസ്പെക്ടറും ഞാൻ SP ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഹീറോ സന്തോഷമുണ്ട്. അങ്ങനെ ഫോൺ കട്ടിയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ ആ ഒരു മർഡർ നടന്ന ഗ്രാമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കുറച്ചു നേരത്തെ ആ ഒരു ഏരിയയിലുള്ള എല്ലാ ഗ്രാമങ്ങളുടെ പേരും
SI പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ സ്പെസിഫിക് ഗ്രാമത്തിന്റെ ദേവ്തലി എന്ന ഗ്രാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻസ്പെക്ടർ അതെന്താ? അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ സാറേ ആ ഒരു ഗ്രാമം നമ്മുടെ ഏരിയയിൽ പെടുന്നതായിട്ട് കണക്കിൽ പെടുത്താറില്ല. ഇന്ന് രാവിലെ കൂടെ അവിടെ ഒരു മരം നടന്നു. പക്ഷേ അത് ദേവ കോപത്തിനിരയായതാ. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പൊ ഹീറോ ഒരു മർഡർ നടന്നിട്ട് അന്വേഷിക്കുന്നില്ലാന്നോ? സാറേ അതിനൊന്നും മർഡർ ഒന്നുമല്ല. അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റാ, ശിക്ഷയാ. ഓരോ വർഷവും ഈ ചടങ്ങ് ഗ്രാമത്തിൽ നടക്കാറുണ്ട്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇതേ ചടങ്ങിലെ ഗ്രാമത്തിലെ പല വൃത്തികെട്ട ആളുകളെയും ഇല്ലാതെയാക്കി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അവിടെ നടക്കുന്ന മരണങ്ങളൊക്കെ പൂജ ചടങ്ങിന്റെ പേരില് ആരോ ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ ഗ്രാമത്തിലെ പോലീസുകാരും ജനങ്ങളും എല്ലാം കരുതി വെച്ചിട്ടുള്ളത് അതിന്റെ പിന്നിലെ ദേവകോപാണെന്നാണ്. അങ്ങനെ ഹീറോയും ടീമും ശരിക്കൊന്ന് അന്വേഷിച്ച് നോക്കണല്ലോ. പൂജയുടെ 1-ാം ദിവസത്തിൽ ഒരു മരണം നടന്നു. അങ്ങനെ അടുത്ത ദിവസം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അവര് പുറപ്പെടുകയാണ്. അതേ സമയത്ത് ആ ഗ്രാമത്തിലെ ഗ്രാമത്തലവനാണ് പൂജയുടെ എല്ലാ ചടങ്ങുകളും നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നുണ്ട്. ഇവർ ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഇവരുടെ പേരാണ് കവിത. അതേ സമയത്ത് ഹീറോ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ് കോൺസ്റ്റബിള് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നിലവിൽ ഈ ഗ്രാമത്തിലെ കൊല്ലപ്പെട്ടുള്ള എല്ലാ ആളുകളും ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഉത്സവം നടക്കുന്ന സമയത്ത് അവരൊക്കെ ശരിക്കൊന്ന് പേടിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറ്റകൃത്യങ്ങളൊക്കെ നല്ലോണം കുറയുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഹീറോ വിശ്വാസിനെ ഇവര് പറയുന്നതിലൊന്നും ഒരു വിശ്വാസവുമില്ല. അതേ സമയത്ത് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് രവി എന്ന ഒരു കോൺട്രാക്ടറിലെ വല്ലാതെ കെഞ്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇങ്ങേര് പല കോൺട്രാക്ടിങ് വർക്കിലും ഉടായ്പകൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രവി ആണെങ്കിൽ അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ വലിയ കുറ്റക്കാരനൊന്നുമല്ല, ചെറിയ ചെറിയ തെറ്റുകൾ മാത്രം. ഒരാളെടുത്ത് കുറച്ച് പൈസ ആവുമ്പോൾ അത് വലിയ പ്രശ്നമല്ലല്ലോ. എന്നെ ഒന്നും ചെയ്യരുതേ. അതേ സമയത്ത് ആ ഗ്രാമത്തിലെ 2 ഗ്രൂപ്പുകളുണ്ട്. അവർ തമ്മിൽ ഇടക്കിടക്ക് ഓരോ പ്രശ്നമാണ്. അതിൽ ഒരു ഗ്രൂപ്പിന്റെ ഹെഡിന്റെ പേര് ശങ്കർ എന്നും മറ്റൊരു ഗ്രൂപ്പിന്റെ ഹെഡിന്റെ പേര് രാജനെന്നുമാണ്. അപ്പോഴാണ് ഇൻസ്പെക്ടറിനോട് നമ്മുടെ SI പറയുന്നത്, സാറേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 15 വർഷത്തെ ഹിസ്റ്ററി ഞാൻ എടുത്തപ്പോൾ 15 വർഷത്തിൽ 15 മർഡർ നടന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു സീരിയൽ കില്ലർ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവരെ പറയും പോലെ ഇതിന്റെ പിന്നിൽ ദേവനും ദേവിയൊന്നുമല്ല. അപ്പോഴാണ് ഡ്രൈവർ പറയുന്നത്, സാറേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളുകളാ. ഈ ഗ്രാമത്തിൽ നടക്കുന്ന എന്താന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാലോ. അതുമാത്രമല്ല ഇതിനു മുൻപ് ഇവിടെ പല ഇൻസ്പെക്ടർമാരും വന്നു പോയിട്ടുണ്ട്. അവരൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. ആർക്കും തന്നെ അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടേ ഇല്ലല്ലോ. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഇൻസ്പെക്ടർ അങ്ങേർക്കും അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാതെയപ്പോ അയാൾ റിസൈൻ ചെയ്ത് പോയതല്ലേ. അതേ സമയത്ത് ശങ്കർ ആണെങ്കിലേ ഉത്സവത്തിന് വരുന്ന കൊടി നീ പിടിക്കുവോ? എന്നാ രാജൻ എന്നാ നീ പിടിച്ചോ. ഓ നിന്റെ റിക്വസ്റ്റ് ആണല്ലോ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയാവാണ്. അപ്പോൾ ഓരോ ജനങ്ങള് അവരെ പിടിച്ചൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയും ടീമോട് എത്തുന്നത്. അപ്പൊ നമ്മുടെ കോൺട്രാക്ടർ വന്നിട്ട് എല്ലാവരും സമാധാനപ്പെടുത്തിയിട്ട് ഗ്രാമത്തലവനെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ താനാണ് പുതുതായിട്ട് ഈ ഗ്രാമത്തിലേക്ക് വന്ന ഇൻസ്പെക്ടർ എന്ന് അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? അത് എല്ലാ ഉത്സവ സമയത്തും ചെറിയ പ്രശ്നം ഉണ്ടാവുന്നേ സാറേ. ഇത് ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഇതുവരെയായിട്ട് സാറേ ഇവിടെ നടക്കുന്ന ഉത്സവത്തിന് പോലീസുകാരും വരാറില്ല. കാരണം അവരുടെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ സാറിന് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അവ ഹീറോ അല്ല, ഇത് നമ്മളൊരു സാധാരണ റൊട്ടീൻ എൻക്വയറിക്ക് വന്നതാ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഗ്രാമത്തലവന്റെ അസിസ്റ്റന്റ് ആയി ഒരുത്തനുണ്ട്. ഇവന്റെ പേര് രാജു എന്നാണ്. അവൻ കാലിപ്പില് അല്ല എന്ത് എൻക്വയറി, എന്താ ആവശ്യത്തിന്? ഈ ഗ്രാമത്തില് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ പോലീസൊന്നും കൊടുക്കണ്ട. നമുക്ക് നമ്മുടെ ദേവന് നല്ല വിശ്വാസ. ദേവൻ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാമത്തിന് ഒരു സുരക്ഷയും ഒരു പോലീസുകാരനും തരണ്ട. അപ്പൊ ഗ്രാമത്തലവനാണെങ്കിൽ രാജു നീ നിർത്തടാ, അങ്ങേർക്ക് മനസ്സിലായി. പിന്നെ സാറേ നിങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് ദർശനമൊക്കെ നടത്തിയിട്ട് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് സമാധാനത്തിൽ പോയിക്കോ. അങ്ങനെ ഗ്രാമത്തലവൻ അവിടെ നിന്ന് പോകുമ്പോൾ അയാളുടെ വലങ്കായിട്ടുള്ള രാജു ആണെങ്കിൽ ഹീറോ അവിടെ നിന്ന് എഴുന്നേക്കാതെ കാണുമ്പോൾ സാറിന് പറഞ്ഞ മനസ്സിലായില്ലേ, ഞാനിപ്പോ പിടിച്ച് എണീപ്പിക്കേണ്ടി വരും തോന്നുന്നുണ്ടല്ലോ. എണീച്ചോ, വിട്ടോ. അപ്പൊ കാലിപ്പായ ഹീറോ അവന്റെ കാരണത്തൊന്ന് പൊട്ടിക്കാണ്. അപ്പൊ ഗ്രാമത്തിൽ എല്ലാവരും ഒന്ന് തരിച്ചു നിൽക്കുന്നുണ്ട്. പോലീസിനെ ചൊറിഞ്ഞതിന് ഫസ്ട്രേറ്റ് ചെയ്തതിന് ഞാനൊരു പടക്കം പൊട്ടിച്ച. നിന്റെ തലവനും നീയും ചേർന്നിട്ട് എന്താ എനിക്കെതിരെ ചെയ്യാൻ പോന്നെ, ഒന്ന് ചെയ്ത് കാണിക്കടാ. എന്നിട്ട് തന്റെ അസിസ്റ്റൻസിനോട് നമ്മൾ വന്നത് എന്തിനാണെന്നറിയാലോ, അപ്പൊ മര്യാദക്ക് ഇവിടെയുള്ള കുളം കിണറുകള് എല്ലാ ഏരിയയും അരിച്ച് പൊറുക്കിക്കോ. അപ്പോൾ ആ ഗ്രാമത്തിൽ ചിലർ പറയുന്നുണ്ട്, സാർ പറഞ്ഞതും നല്ലതല്ലേ, ഇവിടെ നടക്കുന്ന ഉത്സവത്തിന്റെ ഇടയിൽ മരണപ്പെടുന്നത് ഒരു പാവപ്പെട്ട ആളാണെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, എന്താ ബുദ്ധിമുട്ട്? അപ്പൊ ഗ്രാമത്തിലവനാണെങ്കിൽ നീ പറയുന്നതൊക്കെ നിന്റെ ദേവൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഹീറോയും ഞാനും കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്നതിൽ എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് റോങ് ആയിട്ട് വന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് വെച്ച് ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് നടത്താതിരിക്കാൻ പറ്റില്ല. അപ്പൊ തലവനാണെങ്കിൽ സാർ എന്ത് ഇൻവെസ്റ്റിഗേഷൻ വേണേൽ നടത്തിക്കോ, എന്നാൽ നമ്മുടെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ചില ആർട്ട് ഫോമുകളുടെ നടക്കും, അതിന്റെ ഇടയിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ അന്ന് രാത്രി ആ ഒരു ഉത്സവവും അതിന്റെ പൂജയും ട്രഡീഷണൽ ഡാൻസ് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോ പുറത്ത് ഒരു അലേർട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ.
അപ്പോൾ കുറേ നേരമായിട്ട് തൻ്റെ അച്ഛന് ഫോൺ ചെയ്തിട്ട് ഫോൺ പിക്കുന്നില്ല, തിരിച്ച് വിളിക്കുന്നുമില്ല. അപ്പോൾ തൻ്റെ വണ്ടിയെടുത്ത് ഒന്ന് പോയി നോക്കാൻ തന്നെ വണ്ടി എടുക്കുമ്പോൾ ആ ഒരു ട്രഡീഷണൽ ഡാൻസ് നടത്തുന്ന ഏതോ ഒരാളിലെ വണ്ടിയുടെ മുമ്പ് കൂടി പാസ്സായി ഓടിപ്പോവാണ്. അതായത് ആ ഒരു ചടങ്ങ് ആർക്ക് വേണമെങ്കിലും നടത്താം, എന്നാൽ പ്രധാനപ്പെട്ട 3 ആണുകളാണ് ആ ഗ്രാമത്തിലെ എല്ലാ വർഷവും ആ ഒരു ഡാൻസ് നടത്താറ്. അങ്ങനെ ഹീറോ നേരെ വീട്ടിലെത്തിയപ്പോൾ അച്ഛന് വയ്യായ്മ കൂടിപ്പോയതാണ്. മോനെ, നിനക്ക് എന്നോട് ദേഷ്യം വന്നോ? അപ്പൊ ഹീറോ, ഇല്ല അച്ഛാ, സമാധാനത്തില് അച്ഛൻ കിടന്നു. അങ്ങനെ പുതപ്പ് പുതച്ചുകൊടുത്ത് അച്ഛൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ അസിസ്റ്റന്റ് എസ് വിളിച്ചിട്ട് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെയല്ലേ? അപ്പോൾ അങ്ങേരും എല്ലാം ഓക്കെയാണ് സാർ. അങ്ങനെ ഹീറോ അച്ഛൻ്റെ അരികിൽ തന്നെ അന്ന് രാത്രി ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോഴാണ് പുറത്താരോ വാതില് വല്ലാതെ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ എസ് ആണ്. അങ്ങേര് ഓടിക്കതച്ചിട്ട്, സാറേ അത് സംഭവിച്ചു, മറ്റൊരു ബോഡി കൂടി പൊന്തിയിട്ടുണ്ട്. അങ്ങനെ ഷോക്കായ ഹീറോ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ആ ഒരു കുളത്തിൽ പൊന്തി കിടക്കുന്ന ബോഡി നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഈ കഥയുടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത സീനില് കുറെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മൾ കാണുന്നത്. ഒരു ചെറിയ പയ്യനോട് അവന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്കറിയോ നമ്മുടെ ദേവന്റെ പേരാണ് ശങ്കസുര. വിഷ്ണുവിന്റെ 10 അവതാരത്തില് ഒരു അവതാരമായിട്ടുള്ള മത്സ്യത്തിന്റെ രൂപം കൊണ്ട് ഒരു സമുദ്രത്തിലെത്തിയപ്പോഴാണ് അവിടെ വെച്ച് ശങ്കസുരയെ കാണുന്നത്. അവിടെ വെച്ച് 4 വേദങ്ങൾ ശങ്കസുര കൈക്കലാക്കിയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രാമത്തെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. അതായത് കുറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ ഗ്രാമത്തില് ഈ ഒരു ആചാരങ്ങൾ ഉണ്ട് എന്നും വിശ്വാസം ഉണ്ട് എന്നാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു കുട്ടി അവിടെയുള്ള ചെടികൾക്ക് വെള്ളം നനക്കുമ്പോൾ 2 ആളുകൾ അങ്ങോട്ട് വന്ന്, നിന്റെ അമ്മയോടാ, ഞങ്ങൾക്ക് ഒരു ചെറിയ ഫേവർ വേണമായിരുന്നു. അതായത് ഇവർക്ക് ആ കുട്ടിയുടെ അമ്മയുടെ മേലെ കുറെ നാളായിട്ട് ഒരു കണ്ണുണ്ട്. അപ്പൊ ആ കുട്ടിയാണെങ്കിൽ അമ്മ ഉള്ളിൽ ജോലിയില്ല, അത് മാത്രല്ല ഞങ്ങള് ശങ്കസുരയെ കാത്തിരിക്കുക. അപ്പോൾ അമ്മാരാണെങ്കിൽ ഇവന്റെ അച്ഛൻ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? അപ്പോഴാണ് കുറച്ച് ദൂരെ നിന്ന് ആ കുട്ടിയുടെ അച്ഛൻ കുടിച്ച് ആടി വരുന്നത്. അപ്പോൾ 2 എണ്ണം പറയുന്നുണ്ട്, ഇവന് വയറ് നിറച്ച് കള്ള് വാങ്ങിക്കൊടുത്താല് സുന്ദരിയായ അവന്റെ ഭാര്യയെ നമുക്ക് തരും തോന്നുന്നുണ്ട്. അത് കേട്ടപ്പോൾ ആ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് അവർക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. കാരണം അവരുടെ ഭർത്താവിന്റെ കൂട്ടുകാരാണ് ഈ 2 എണ്ണം. അപ്പോഴാണ് പെട്ടെന്ന് ദൂരെ നിന്ന് ചില ശബ്ദം കേൾക്കുന്നത്. ആ ഗ്രാമത്തിലെ ഉത്സവ ചടങ്ങിന് ശങ്കസുരയുടെ വേഷം കെട്ടിയിട്ട് പല വീടുകളിലേക്കും ഒരാളുകൾ എത്താറുണ്ട്. അങ്ങനെ ഒരു ചെറിയ ജാഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശങ്കസുരയുടെ വേഷം കെട്ടി ആ ഒരു വ്യക്തിയിലെ അയാള് നേരെ പാഞ്ഞു വന്ന് ആ 2 വൃത്തിയേട്ടന്മാരില്ലേ അവന്മാർക്ക് കണക്കിന് ഒരു ബെൽറ്റ് വെച്ച് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരായിട്ടുള്ള 2 അവിടെ നിന്ന് അടിച്ചോടിച്ച ശേഷം കുടിയാനായി കെട്ടിയോനില്ലേ അവനെയും പഞ്ഞിക്കിടുകയാണ്. അതായത് ഇവര് വൃത്തിയേട്ടവരാണെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാൻ തോന്നുന്നുണ്ട്. ആരും തടുക്കുന്നില്ല. കാരണം ദേവൻ തന്നെ ശിക്ഷ നൽകുന്നതായിട്ടാണ് അവർ കരുതുന്നത്. അങ്ങനെ ഹസ്ബൻഡ് ഇനി മേലില് ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അയാളുടെ ഭാര്യ വന്ന് ചില ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് ആരതി ഒഴിയാണ്. അങ്ങനെ അവസാനം തന്റെ മകനെ ആശീർവദിച്ചിട്ട് ആ ഒരു ശങ്കസുരയും ജനങ്ങളും അവിടുന്ന് തിരിച്ചു പോവാണ്. ആ ഒരു കുട്ടിക്കാണെങ്കിൽ തന്റെ അമ്മയ്ക്ക് ഒരനീതി വന്നപ്പോൾ രക്ഷിക്കാൻ വന്നത് ശങ്കസുരയാണെന്ന് നേരിട്ട് കണ്ടതല്ലേ. അതിനുശേഷം ആ ഒരു ദേവനെ അവൻ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്. അതേ സമയത്ത് പ്രസന്റില് ആ ഒരു അമ്പലക്കുളത്തില് ഒരു ബോഡി പൊന്തിയില്ലേ. സാധാരണ എല്ലാ മരണങ്ങളും ഇതുപോലെ തന്നെയാണ് ഈ കുളത്തിലാണ് സംഭവിക്കാറ്. എന്നാൽ ആരാണിപ്പോ മരണപ്പെട്ടതെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു ബോഡി ആരെന്നാ നോക്കുമ്പോൾ അത് കുറച്ചു നേരത്തെ 2 ആളുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്തില്ലേ, അതിലെ രാജന്റെതാണ്. എല്ലാരും ഷോക്കായി പോകുന്നുണ്ട്. എന്തേ രാജനോ? ജനങ്ങളൊക്കെ ആർപ്പ് വിളിക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട ആ അമ്പലത്തിലെ പൂജാരി അവിടെ ഇരുന്ന് പോവാണ്. അതായത് ഇങ്ങേരുടെ മകൻ തന്നെയാണ് രാജൻ. ഇതുവരെ മരണപ്പെട്ട 15 ആളുകളും ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള വൃത്തികെട്ട ആളുകളായിരുന്നു. എന്നാൽ ഇപ്പൊ മരണപ്പെട്ട രാജനാണെങ്കിൽ ജനമധ്യേ ഒരു തെറ്റും ചെയ്യാത്ത നല്ലൊരാളാണ്. ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള എന്റെ മകൻ എന്തിനാ കൊല്ലപ്പെട്ടതെന്ന് അച്ഛന് മനസ്സിലാവുന്നില്ല. സങ്കടം സഹിക്കാനും പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു ക്രൈം സീനിലേക്ക് എത്തുന്നത്. എന്നാൽ പോലീസ് എത്തിക്കഴിഞ്ഞാലല്ലേ ആ ഒരു ബോഡി അവിടെ നീക്കം ചെയ്യാൻ പാടൂ. ഓൾറെഡി ജനങ്ങള് നേരത്തെ ബോഡി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കലിപ്പില് കുറച്ചു നേരത്തെ കണ്ട നമ്മളെ രാജുല്ലേ അവന്റെ മുഖത്ത് വീണ്ടും ഒന്ന് കൊടുത്തിട്ട്, നിങ്ങളോട് ആരാ പറഞ്ഞേ ഇവിടുന്ന് ബോഡി നീക്കം ചെയ്യാൻ? അപ്പൊ ജനങ്ങളാണെങ്കിൽ, സാറേ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ബലികളാണ്, ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. അപ്പൊ ഹീറോ, ആഹാ ഇതൊരു പക്ക മർഡറാണ്, ഞാനിവിടെ വന്നതേ പഴം പുഴുങ്ങാനല്ല, പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ്, സഹകരിക്കുന്നില്ല എന്നല്ലേ. അപ്പൊ ചിലരും പറയുന്നുണ്ട്, സാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ. അപ്പോഴാണ് രാജനുമായിട്ട് നേരത്തെ ഫൈറ്റ് ഉണ്ടാക്കിയ ആ ഒരു ശങ്കറില്ലേ അവൻ പറയുന്നത്, സാറേ അതിനിപ്പോ ഇത് നിങ്ങൾ കരുതുന്ന പോലെ കൊലപാതകമൊന്നുമല്ല. ഈ ഗ്രാമത്തിൽ 15 വർഷത്തിന് മേലെയായിട്ട് ശങ്കസുര ഇതുപോലെ പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലെ ചില ജനങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ സത്യമായിരിക്കും. എന്നാലിപ്പോ നമ്മുടെ രാജൻ അവനൊരു പാവം നല്ല മനുഷ്യനല്ലേ, അവനെ എന്തിനാ? ഞങ്ങൾക്കും ഇപ്പൊ സംശയമുണ്ട്. ഇൻസ്പെക്ടർ സാറ് പറഞ്ഞത് തന്നെയായിരിക്കും ശരി. എന്നാൽ ചിലരാണെങ്കിൽ അങ്ങനെയല്ല,
ആ ബോഡി വെച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചടങ്ങ് ചെയ്യാൻ പോവാണ്. എന്നാൽ ഹീറോ ആഹാ എന്നാ ഒന്ന് കാണണല്ലോ. എന്നിട്ട് SIയോട് അവന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്ക്, അതുപോലെ ഫോറൻസിക് ടീമിനെ വിളിക്ക്. ഇനി ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എല്ലാത്തിനും അറസ്റ്റ് ചെയ്തങ്ങ് മാറ്റിയേക്ക്. അങ്ങനെ ഫോറൻസിക് ടീം വന്ന് ആ ഒരു ബോഡിയോടെ നിന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അരച്ചു പെറുക്കുമ്പോൾ അവർക്കൊരു നൂല് പോലെ, അതുപോലെ ആരുടെയോ മുടി പോലെ, പിന്നെ എന്തൊക്കെയോ ചില സാധനങ്ങൾ വേറെയും കിട്ടുന്നുണ്ട്. എന്നാൽ ആ ഒരു ബോഡിയോടെ നിന്ന് കൊണ്ടുപോയപ്പോൾ ജനങ്ങളിൽ പല ആളുകളും വല്ലാതെ പേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഹെഡ് കോൺസ്റ്റബിളിനോട് രാജന്റെ ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ രാജന്റെ ഒരു ഭാര്യയുണ്ട്, അവരുടെ പേര് കവിത എന്നാണ്. എന്നാൽ തന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട് അറിഞ്ഞിട്ടും ഇതുവരെ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നേരിട്ട് അവരെ കാണാൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഓൾറെഡി ആ വീട്ടില് സ്ത്രീകള് അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഉള്ളിലെത്തിയപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് രാജന്റെ ഭാര്യയില്ലേ കവിത, അവള് വാതില് ലോക്ക് ചെയ്തിട്ട് ഉള്ളിലാണ്. എല്ലാ ആളുകളും അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് പുറത്ത് നിൽക്കുന്നത്. അപ്പൊ ഹീറോ ആ വാതില് ചവിട്ടി പൊളിച്ചപ്പോ അത് ഫസ്റ്റ് ഇയറിലേക്ക് പോകുന്ന വഴിയാണ്. മുകളിലേക്ക് കയറിയിട്ട് നിനക്ക് പുറത്ത് ജനങ്ങൾ ഒച്ചുണ്ടാകുന്ന കേൾക്കുന്നില്ലേ, എല്ലാവരും ടെൻഷനാക്കിയിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നേ, നീ എന്തിനാ വാതില് ലോക്ക് ചെയ്തേ? അപ്പോഴാണ് കവിത നമ്മുടെ ഹീറോയെ നോക്കുന്നേ. കവിതയെ കണ്ടപ്പോ ഹീറോയും ഷോക്കായിട്ട് സംസാരിക്കാൻ പറ്റാതായി പോണ്. അതായത് നമ്മുടെ ഹീറോ വർഷങ്ങൾക്ക് മുൻപ് പ്രണയിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു കവിത. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായി പ്രണയിച്ച് കല്യാണം കഴിക്കാന്ന് കരുതിയപ്പോ കവിതയുടെ ഫാമിലി അതിന് സമ്മതിച്ചില്ല. കാരണം അവർക്ക് ഹീറോയുടെ ജാതി കുറച്ച് താഴ്ന്ന ജാതിയാണെന്നുള്ള പ്രശ്നങ്ങളായിരുന്നു. അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാതെ കവിതയുടെ കണ്ണിൽ നിന്ന് ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അവളുടെ ഭർത്താവ് രാജൻ മരണപ്പെട്ടതിന്റെ സങ്കടത്തിലായിരിക്കാം അവൾ ആ ഡോർ അടച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറത്തെത്തിയപ്പോ ഹീറോ ഉടനെ തന്നെ തന്റെ അച്ഛനെ ഫോൺ ചെയ്യാണ്. അച്ഛനാണെങ്കിൽ സ്റ്റേഷനിലെ പണിയൊന്നുമില്ലേ, എന്നാൽ ഹീറോ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്താടാ എന്താ പറ്റിയേ? അപ്പൊ അച്ഛന് എന്തോ സങ്കടം ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ പറയാൻ പറ്റുന്നില്ലെങ്കിൽ രാത്രി നീ പറഞ്ഞാ മതി. അങ്ങനെ ഹീറോ നേരെ പോകുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ആ ഒരു ബോഡി കൊടുത്തിട്ടില്ലേ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനാണ്. അപ്പോൾ ജനങ്ങളാണെങ്കിൽ പുറത്ത് ആ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ ചടങ്ങുകൾ ആ ബോഡി വെച്ച് ചെയ്യാനുണ്ട്. അതിന് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ രാജു ഇല്ലേ, 2 കിട്ടിയ അവനാണ്. ഇവന് കിട്ടിയതൊന്നും പോരെന്ന് മനസ്സിൽ കരുതിയിട്ട് ഹീറോ ഉള്ളിലേക്ക് എത്തി ഡോക്ടറോട് എന്താ മരണക്കാരൻ ചോദിക്കുമ്പോൾ സാറ് സംശയിച്ച സത്യം തന്നെയാ, ഇയാളുടെ തലയ്ക്ക് പിന്നിലെ ആരോ ശക്തമായിട്ടുള്ള കല്ല് പോലെ എന്തോ വെച്ച് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു വെള്ള മുടി പോലെ കിട്ടിയിരുന്നില്ലേ, അത് ഏതോ ഒരു മൃഗത്തിൻ്റെതാണ്. മൃഗത്തിൻ്റെതോ? കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞോ ചോദിക്കുമ്പോൾ ഇതൊരു ഗ്രാമപ്രദേശല്ലേ, ഇവിടെ ഇത്ര ഫെസിലിറ്റി ഉള്ളൂ, കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് മുംബൈയിലേക്ക് ബോഡി കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ SI ആണെങ്കിൽ സാറേ പുറത്തുള്ള ജനങ്ങൾ താൻ പോയിട്ടൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്യടാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഡോക്ടറോട് എനിക്ക് എന്തെങ്കിലും ക്ലൂ താ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് കേസ്. അപ്പോഴാണ് ഡോക്ടറിലെ ഒരു ബ്രേസ്ലെറ്റ് ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ ഹീറോയ്ക്ക് ഒരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ പിന്നിലെ മൃഗമൊന്നുമല്ല, ഏതോ മൃഗതുല്യമായിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ ഹീറോ തന്റെ അസിസ്റ്റന്റ് SIയോട് ഈ ഒരു ചെയിനിന്റെ ഡീറ്റെയിൽസ് ഈ ഗ്രാമത്തിലെ എല്ലാ ജ്വല്ലറികളും പോയിട്ട് എടുക്കണം. എവിടെ നിന്നാണ് ഈ ചെയിൻ വിറ്റത്, ആർക്കാണ് വിറ്റത്, അതുപോലെ ഇതുവരെ നിലവിലെ ഈ നാട്ടിൽ നടന്ന മേഡേഴ്സ് ഇല്ലേ, ആ മരണങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് ഉടനെ കിട്ടണം. അപ്പൊ SI സാറേ ഇതുവരെ നടന്ന മേഡേഴ്സ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല, കാരണം ഇതൊക്കെ ആക്സിഡന്റൽ ഡെത്ത് ആയിട്ടാണ് കണക്കിൽപ്പെടുത്തിയിട്ടുള്ളത്. ആഹാ അടിപൊളി, അപ്പൊ ആദ്യം മുതൽ തുടങ്ങണല്ലേ, നിലവിൽ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അതെങ്കിലും തരുമോ? അപ്പോഴാണ് SI ചോദിക്കുന്നത് അല്ല സാറേ മരണപ്പെട്ട രാജന്റെ വീട്ടിൽ പോയിട്ട് ഭാര്യയെ കണ്ടിട്ടും സാർ ഒന്നും ചോദിക്കാതെ വന്നതെന്താ? അപ്പൊ ഹീറോ എന്തോ മനസ്സിൽ ഓർക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയാതെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ യുവ നേതാവായിട്ടുള്ള രാജു ഇല്ലേ, ആ വന്നിട്ട് സാറ് ഇന്നലെ എന്നെ ഒന്ന് തേമ്പി, ആ വേദന മാറാൻ കുറച്ച് സമയമെടുത്തു, എന്നിട്ടും സാറ് വന്ന കാര്യം അത് തടുക്കാൻ പറ്റിയോ? മരണം നടന്നില്ലേ, സാറിന് ഈ നാട് എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, നിങ്ങൾ വരുന്നതിന് മുൻപും ഈ ഗ്രാമത്തില് ഈ ശിക്ഷകളൊക്കെ നടന്നിട്ടുണ്ട്, പിന്നെ സാറ് വന്നിട്ട് അങ്ങ് മലത്തി തിരിക്കുന്ന സാറല്ല, സാറുടെ ഫാമിലിയിലെ ആളുകൾ ശ്രമിച്ചാൽ പോലും തിരിക്കാൻ പറ്റില്ലെന്ന് പറയാനൊരുങ്ങുമ്പോൾ ഹീറോ ഒന്നുകൂടി പൊട്ടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പൊ പേടിച്ചവൻ പിന്നോട്ട് വലിയാണ്. എന്നിട്ട് അലറി വിളിക്കുന്നുണ്ട് പോലീസിന് നീതി നടത്താൻ പറ്റില്ല. അതേ സമയത്ത് ആ ഒരു ചെയിനിന്റെ ഡീറ്റെയിൽസ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഉത്സവ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ ടീമുമായിട്ട് വന്നപ്പോൾ അല്ല സാറേ ഇവിടെ സാറിനെന്താ പണി? അപ്പൊ SI രാജന്റെ ബോഡിയിൽ നിന്ന് ഒരു ചെയിന് കിട്ടിയിട്ടുണ്ട്, അതാരതാ നോക്കുമ്പോൾ ശങ്കരന്റെ അമ്മായിപ്പൻ്റെതാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ സാർ ഇത് എൻ്റെതായിരുന്നു, ഞാനിത് മരുമകൻ ശങ്കറിന് കൊടുത്തതാ, എന്നാൽ ഇതില് ഗണപതിയുടെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ശങ്കറാണെങ്കിൽ ഈ ലോക്കറ്റിന്റെ അടുത്ത് വീണ് പോയെന്നൊക്കെ പറയുമ്പോൾ അത് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ അവനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോലീസ് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരുത്തൻ കാട്ടിലെ പമ്മിയിരിക്കുന്ന കാണുന്നേ, ഇവന്റെ പേരാണ് മദൻ. അപ്പോൾ അവന്റെ കയ്യിലെ ആ ഒരു ചെയിനിലെ ലോക്കറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇവൻ ആരാന്ന് വെച്ചാല് ആ ഒരു ശങ്കസുരയുടെ രൂപം കെട്ടിയിട്ട് ആടുന്ന ആളുകളിലെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണ്. ഇവിടെയാണ് ഈ കഥയുടെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങില് കുറച്ച് മുമ്പ് കണ്ട ആ ഒരു അമ്മയുടെ മകനിലെ അവൻ ചുമരിലെ ശങ്കസുരയുടെ ചിത്രം വരച്ചോണ്ടിരിക്കുമ്പോൾ അമ്മയും അവൻ എൻകറേജ് ചെയ്യാണ്. അപ്പോഴാണ് അവരുടെ കെട്ടിയോനില്ലേ
കുടിച്ചു കിറങ്ങിയിട്ട് ആ 2 ഫ്രണ്ട്സിനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ആ കെട്ടിയവനില്ലേ മകനെ തള്ളിയിട്ടിട്ട്, മോളെ സുമേ, എനിക്ക് ഒരു ചെറിയ കാര്യം നീ ചെയ്തു തരണം. എന്ത്? ഉള്ളിലേക്ക് വാ, ഞാൻ പറഞ്ഞുതരാം, ഇവിടുന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അയാളില്ലേ അവരെ വല്ലാതെ ഉപദ്രവിച്ച് പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ പുറത്തുനിന്ന് അവന്മാര്, എടാ അവൻ പറഞ്ഞ വാക്ക് പാലിക്കുമായിരിക്കൂലേ, അതുപോലെ ഉള്ളിൽ പോയ ആ ഒരു ഹസ്ബൻഡില്ലേ അവൻ പുറത്തേക്ക് വന്നിട്ട് എല്ലാം റെഡിയാ, നീ പറഞ്ഞ പോലെ കുപ്പി കൊണ്ടടാ. അപ്പോൾ കുപ്പിയും കൊടുത്ത് അവര് നേരെ റൂമിലേക്ക് കയറാണ്. അയാൾ പുറത്തിരുന്ന് കുടിക്കുമ്പോൾ ആ ഒരു പാവം സ്ത്രീയെ അവർ രണ്ടുപേരും ബ്രൂട്ടലായിട്ട് ഉള്ളിൽ നിന്ന് ഉപദ്രവിക്കുന്നുണ്ട്. അമ്മയുടെ ശബ്ദം പുറത്തു കേട്ടപ്പോൾ ആ ഒരു കുഞ്ഞു പയ്യൻ പോയിട്ട് അച്ഛനോട്, അച്ഛാ അമ്മ കരയുന്നു, ഒന്ന് രക്ഷിക്കേ. അയാളാണെങ്കിൽ മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ് ആ പയ്യനെ പേടിപ്പിക്കാണ്. ആ ഒരു കുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എന്നാൽ അപ്പോഴാണ് ഉള്ളിൽ പോയ ഒരുത്തിന്റെ കൈ മുറിഞ്ഞിട്ട് അവൻ ഓടി പുറത്തു വരുന്നത്. അതായത് ആ ഒരു സ്ത്രീ സഹി കെട്ടപ്പോൾ കയ്യിൽ കിട്ടി എന്തോ വെച്ചിട്ട് അവന് കണക്കിന് കൊടുത്തതാണ്. അപ്പൊ അടി കിട്ടിയ പാവന്മാര്, നിന്റെ ഭാര്യ വെറും വൃത്തിയുള്ളടാ, അവള് ചെയ്ത് കണ്ടോ, അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയത് നീ മോന്തടാന്നും പറഞ്ഞ് അവർ കള്ളും കുപ്പിയും വാങ്ങിയിട്ട് അവർ ഹസ്ബൻഡിനെ ചവിട്ടി അവിടെ ഇട്ടിട്ട് അവർ പോവാണ്. കള്ളു പോയ ദേഷ്യത്തില്, നിനക്ക് ഞാൻ പറയുന്ന അനുസരിക്കാൻ പറ്റില്ലല്ലേ, നിന്നെ ഞാൻ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ വല്ലാതെ ഉപദ്രവിക്കാണ്. നീ കാരണാടി എനിക്ക് ആ കള്ള് കിട്ടതേ. എന്നാല് ഭാര്യ ആണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാതായപ്പോ അയാളെ തള്ളി റൂമിലിട്ടിട്ട് വാതിലും പൂട്ടി പുറത്തിറങ്ങാണ്. അപ്പോ ആ ഒരു കുഞ്ഞാണെങ്കിലേ, അമ്മ കരയണ്ട, ഉറപ്പായിട്ടും അച്ഛന് ശിക്ഷ കൊടുക്കാന് ദേവൻ ശങ്കുസുര വരും. ആ ഒരു അമ്മയ്ക്കാണെങ്കിൽ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സഹിക്കാനേ പറ്റുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്തിലെ ശങ്കസുരയുടെ വേഷം കെട്ടുന്ന കമൽ എന്ന ഒരാളെ വിളിക്കാന് ഗ്രാമത്തിലെ ജനങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ ഞാൻ ആരുടെ കൂടിയും എങ്ങോട്ടുമില്ല. അപ്പൊ ഭാര്യ ആണെങ്കിൽ, നിങ്ങൾ എന്താ കളിക്കുന്നേ, സാധാരണ എല്ലാ വർഷവും നിങ്ങളൊക്കെ കൂടിയിട്ടല്ലേ ആ വേഷം കെട്ടുന്നേ, ഒന്ന് പോ. അപ്പോ കൂടെ വന്നിട്ടുള്ള 2 ആളുകള്, സാധാരണ ഇവര് 3 ആളുകളാണ് ആ ഒരു വേഷം കെട്ടാറ്. അവര് പറയുന്നുണ്ട്, ഇപ്രാവശ്യം കൂടുതൽ പൈസ കിട്ടൂടാ, കൂടുതൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയം തോന്നിയാലേ പോലീസ് വന്നിട്ട് ആദ്യം സസ്പെക്ട് ആയിട്ട് പിടിക്കുന്നത് നമ്മളെ 3 പേരല്ലേ. എനിക്ക് അടി വാങ്ങിയിട്ട് വയ്യാതെയായി. ആ പോലീസുകാരൻ കരുതുന്നത് ശങ്കസുര വേഷം കിട്ടുന്ന ആരോ ആണ് കൊലയാളിയെന്ന. അപ്പൊ ഭാര്യ പറയുന്നുണ്ട്, അതിന് നിങ്ങൾ പേടിക്കുന്നതിനാ, പോലീസുകാരൻ ഓൾറെഡി കൊലയാളിയെ പിടിച്ചു കഴിഞ്ഞു, ആ ശങ്കറില്ലേ അവനാണ് കൊലയാളി. അത് കേട്ടപ്പോ അറസ്റ്റ് ചെയ്തോ. അപ്പൊ ഭാര്യ അയാളെ തള്ളിയിട്ട് മര്യാദക്ക് പോയിട്ട് 10 ഉറുപ്പിക ഉണ്ടാക്കിയിട്ട് വന്നു. കല്യാണം കഴിച്ചത് എന്റെ കാര്യം നോക്കാനല്ലേ, അടുത്ത വർഷമാകുമ്പോ എനിക്ക് പുതിയൊരു മാല കിട്ടണം, സ്വർണത്തിന്റെ തന്നെ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അത് കേട്ടപ്പോ അവനും ഞാൻ പോയിക്കോളാം എന്നുള്ള രീതിയിൽ സമ്മതിക്കുകയാണ്. അതേ സമയത്ത് സ്റ്റേഷനില് നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയോട് ശങ്കർ പറയുന്നുണ്ട്, സാറേ സാറിന് എന്റെ മേലെ സംശയം വന്നതിൽ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അമ്പലത്തിൽ വെച്ച് അന്ന് അടിയുണ്ടായപ്പോൾ സാറ് കണ്ടതാ, എല്ലാ വർഷവും ഇതുപോലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നയാ, അതിന്റെ പേരിൽ ഞാൻ അവനെ കൊന്നിട്ടൊന്നുമില്ല സാറേ. ആ വെസയാണെങ്കിലേ ആ മാല കാണിച്ചിട്ട്. അപ്പൊ ഇതോ, അത് സാറേ എനിക്കൊരു പോൾട്രി ചെറിയ കോഴി ഫാമിന്റെ ബിസിനസ്സാ. അപ്പൊ കുറച്ച് നാളായിട്ട് ചെറിയ നഷ്ടത്തിലാ, പൈസക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ അവനോട് പൈസ വെച്ചപ്പോ എന്തെങ്കിലും ജാമ്യത്തിന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ കയ്യിൽ ഈ ഒരു ചെയിന് വെച്ച് ഞാൻ പൈസ വാങ്ങിയതാ. സാറേ സത്യമായിട്ട് എന്നെ വിശ്വസിക്ക്, ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ശരിക്കും അവൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ ശങ്കസുര അവനെ കൊന്നു കളഞ്ഞ്. അപ്പൊ ഹീറോ ആണെങ്കിലേ ആ നാട്ടില് ഇതുവരെ നടന്നുള്ള 15 മരണങ്ങളില്ലേ ആ മർഡേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ഓരോ ആളുകളുടെയും വീട്ടിൽ പോയിട്ട് അവർക്ക് എന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ പലരും പെൺകുട്ടികൾ ഉപദ്രവിച്ചിട്ടുണ്ട്, വലിയ കളവുകൾ നടത്തിയിട്ടുണ്ട്. അവസാനം ആ നാട്ടിൽ നിന്നൊരാള് മുംബൈയിലേക്ക് ഒളിച്ചോടിയപ്പോൾ മുംബൈയിലെ ഒരു ഹോട്ടൽ വെച്ചിട്ട് അയാളും മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ആരെയും ശങ്കസുര വെറുതെ വിട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ ഹീറോ അവരുടെ കഥകളൊന്നും എടുക്കാതെ ആ ഒരു ചെയിനിലെ ഒരു ഗണപതിയുടെ ലോക്കറ്റ് ഉണ്ടായിരുന്നില്ലേ, അത് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവസാനം ആ ലോക്കറ്റ് ഒരാൾ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതാരാ? നമ്മുടെ മദൻ തന്നെ. കുറച്ചു മുമ്പ് ഒരുത്തന്റെ കയ്യിലെ ആ ലോക്കറ്റ് നമ്മൾ കണ്ടില്ലേ. അപ്പൊ പോലീസുകാരോട്, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, പോലീസ് നിന്റെ സൗന്ദര്യം കാണാൻ വന്നാണല്ലോ. അവന് പണി പാളിന്ന് ഉറപ്പായപ്പോ അവിടെ നിന്ന് ഓടി തള്ളാൻ നോക്കുന്നുണ്ട്. അങ്ങനെ തെങ്ങ് തോപ്പിലൂടെ ഓടിയിട്ട് അവനൊരു പാലത്തിൽ നിന്ന് താഴെ പുഴയിലേക്ക് എടുത്ത് ചാടാൻ നോക്കുമ്പോൾ 2 സൈഡിൽ നിന്നും പോലീസ് ലോക്ക് ചെയ്ത് അവസാനം ഹീറോ, നീയും ആ വേഷം കെട്ടുന്നതില് ഒരുത്തനല്ലടാ, നീ എന്തിനാടാ രാജനെ കൊന്നു കളഞ്ഞേ? സാറേ രാജൻ ഒരു പാവ, എപ്പോഴും എല്ലാവർക്കും സഹായ. രാജനാ എനിക്ക് ലോക്കറ്റ് തന്നെ. അപ്പൊ ഹീറോ, രാജൻ തന്നോ? എന്തിനാടാ നിനക്ക് ലോക്കറ്റ് അവൻ തരുന്നേ? അത് സാറേ എന്റെ മോള് കളിച്ചോണ്ടിരുന്നപ്പോ വീണിട്ട് അവളുടെ കൈ ഒന്ന് ചെറുതായിട്ട് പൊട്ടി, ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലൂടെ പൈസ, അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാ ഞാൻ രാജനെ കാണുന്നേ. കാര്യം പറഞ്ഞപ്പോ അങ്ങേരാണ് ലോക്കറ്റ് ഊരി തന്നിട്ട് വേഗം പോയിട്ട് മകളുടെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞേ, അല്ലാതെ ഞാനല്ല സാറേ അദ്ദേഹത്തെ. അപ്പൊ ഹീറോ ആണെങ്കിൽ ഇവൻ പറയുന്ന സത്യം തന്നെയാണോ എന്ന് ഒന്ന് ഉറപ്പിക്കണല്ലോ. അങ്ങനെ നേരെ അവന്റെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ മകൾക്ക് ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. അപ്പൊ ഹീറോ കുറച്ച് പൈസ എടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് മകളുടെ ബാക്കി ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യും. അപ്പോ ഇവനല്ല രാജനെ കൊലപ്പെടുത്തിയെ, അതുപോലെ ശങ്കറും അല്ല. ശങ്കർ പണയം വെക്കാനാണ് ആ ലോക്കറ്റ് കൊടുത്തത്. എന്നാൽ മദന്റെ വീട്ടിലെ ആ ഒരു ശങ്കസുരയുടെ വസ്ത്രം കാണുമ്പോൾ അതിൽ ചില അനിമൽസിന്റെ രോമം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ധരിച്ചിട്ട് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ആ കൊലയാളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവനൊരു സ്കൂളിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സ്കൂളിൽ അന്വേഷിക്കുമ്പോൾ രാജനും ഭാര്യ കവിതയുമായിരുന്നു സ്കൂളിൽ നടത്തിയിരുന്നത്.
30 കുട്ടികളെ സ്കൂളിലുണ്ട്. അവിടുത്തെ കെയർ ടേക്കർ പറയുന്നത് രാജനൊരു പാവായിരുന്നു, നല്ല മനസ്സുള്ള ആളായിരുന്നു. എന്നാൽ കവിതയുടെ പേര് കേട്ടപ്പോൾ ഹീറോ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ നേരെ വീട്ടിലെത്തിയപ്പോൾ ഹീറോയുടെ കുറേയധികം പഴയ ചില വസ്തുക്കൾ എടുത്തു നോക്കുന്നുണ്ട്. അതിലെ കവിതയുടെ ഒരു കോളേജ് ഐഡന്റിറ്റി കാർഡ് കാണുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അവരുടെ ഇടയിൽ പ്രണയം സംഭവിച്ചിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും റെക്കോർഡ് ചെയ്തിട്ട് കാസറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഹീറോ ഒന്ന് പ്ലേ ചെയ്ത് കേട്ട് നോക്കുകയാണ്. അപ്പോൾ കവിത തന്നോട് എത്ര സ്വീറ്റായിട്ടായിരുന്നു അന്ന് ബിഹേവ് ചെയ്തത് അതോർത്ത് സങ്കടപ്പെടുമ്പോഴാണ് അതേ ശബ്ദം കേട്ടുകൊണ്ട് ഹീറോയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. ഇതുവരെ നിനക്ക് അവളെ മറക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഇപ്പോഴും വെറുതെ ആ ഓർമ്മ കൊണ്ട് മുറിവേൽക്കണം. അപ്പോൾ ഹീറോ, അല്ല അച്ഛന് അമ്മയെ മറക്കാൻ പറ്റുന്നുണ്ടോ? ചില മെമ്മറീസ് നമുക്ക് മറക്കാൻ പറ്റില്ല, അതാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. നീ ഇപ്പോൾ വെറുതെ നിന്റെ പഴയ മെമ്മറിയുടെ പിന്നാലെ പോണോ? നിനക്കിപ്പോൾ അന്വേഷിക്കാൻ ഒരു മർഡർ കേസില്ലേ, അതിൽ ഫുള്ള് ശ്രദ്ധ കൊടുക്ക്. കേസ് എവിടെ വരെയായി? ആ രാജന്റെ ഭാര്യ നീ കണ്ടോ? അപ്പോൾ ഹീറോ, അവള് തന്നെയാണ് കവിത. അപ്പൊ അച്ഛനെ പേര് ഓർമ്മയുണ്ട്, തന്റെ മകന്റെ പ്രണയിനിയാന്ന് ഉറപ്പായപ്പോ നീ അവളോട് എന്തെങ്കിലും സംസാരിച്ചോ? അപ്പൊ ഹീറോ, എന്ത് സംസാരിക്കാൻ? ഭർത്താവ് മരിച്ചിട്ട് അവളൊന്ന് പോയി പോലും നോക്കിയിട്ടില്ലല്ലോ, ഇനി അവളായിരിക്കൂടാ ഇതിന്റെ പിന്നിലെ? ഒരിക്കലും അവളൊന്നുമല്ല. ഇത് കുറെ വർഷമായിട്ട് ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സീരിയൽ കില്ലിംഗ് ആണ്. ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത് ശങ്കസുര എന്ന ഒരു ദേവനാണ് കുറ്റം ചെയ്യുന്ന ആളുകളെ തേടി പിടിച്ചില്ലാതെയാക്കുന്നതെന്നാണ്. അപ്പൊ അച്ഛനാണെങ്കിൽ നീ ഒരു പോലീസുകാരായിട്ട് നാട്ടിലെ ആളുകൾ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു ഫോൺ വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടറാണ്. എന്തായാലും നീ ഉടനെ തന്നെ ആ ശങ്കസുരയില്ലേ അവനെ പിടിക്കാൻ പോവാണ്. അപ്പൊ ഹീറോ, അല്ല നിങ്ങൾ എന്താ പറയുന്നത്? അതായത് രാജന്റേത് ഒരു മർഡർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നത് അയാളെ വീണ വീഴ്ചയില്ലേ കല്ലിലെവിടെയെങ്കിലും തട്ടിയതാണെന്നാണ്. എന്നാൽ അതൊരു മുള വടിവെച്ച് ആരോ അടിച്ചതാണ്. അതുപോലെ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു വെള്ള മുടി കിട്ടിയില്ലേ, അത് കാട്ടു പശുവിന്റെ രോമാണ്. അതുപോലെ അവന്റെ മുഖത്ത് നല്ല ആഴത്തിലുള്ള ചില ചതവുകൾ ഉണ്ടായിരുന്നു. അതായത് ആരോ അവനോട് പക വീട്ടിയ പോലെ. വെള്ളത്തിൽ ആരോ അവനെ പ്രസ് ചെയ്ത് കുറെ നേരം പിടിച്ചിട്ടുണ്ട്. ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ട്. അതിനിടയിൽ അവൻ ആക്രമിച്ചവന്റെ ശരീരത്തിൽ അവൻ കടിച്ചിട്ടുണ്ട്. അതുമൂലം അവന്റെ വായിൽ നിന്ന് ഒരാളുടെ സ്കിന്നിന്റെ പീസ് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും അവനെ കൊലപ്പെടുത്തിയ കൊലയാളിയുടേത് തന്നെയാണ്. DNA റിപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ വരും. പിന്നെ നീ ശ്രദ്ധിച്ചാൽ മതി, ആ കൊലയാളിയുടെ ശരീരത്തിൽ ഒരു ബൈറ്റ് മാർക്ക്, കടിച്ചതിന്റെ പാടുണ്ടാവും. അപ്പോഴാണ് കുറച്ചു നേരം നമ്മൾ കണ്ട കമലില്ലേ, അവന്റെ കയ്യിലുള്ള ശങ്കസുരയുടെ ഡ്രസ്സിൽ ഏതോ ഒന്ന് കീറിയിട്ടുണ്ട്. അപ്പോൾ അതവൻ തുന്നി ശരിയാക്കുകയാണ്. ഇവിടെയാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ചെറിയ പയ്യനില്ലേ, അവനൊരു കോലുകൊണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മയെ ഉപദ്രവിച്ച അച്ഛന്റെ കൂട്ടുകാരില്ലേ, അവരവനെ ചുറ്റി വളഞ്ഞിട്ട് നിന്റെ അമ്മയോട് പോയിട്ട് ഞങ്ങളെക്കുറിച്ച് പറയടാ. അപ്പൊ അവൻ കളിച്ചോണ്ടിരുന്ന സ്റ്റിക്ക് ചോദിക്കുമ്പോൾ അവർ കൊടുക്കാതെ കളിപ്പിച്ച് അവസാന പയ്യനെ അടുത്തുണ്ടായിരുന്ന വെള്ളത്തിലേക്ക് തള്ളിയിടാണ്. അവൻ കുറച്ചു നേരം വെള്ളം കുടിച്ചവരുണ്ട്. അവന്മാരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അവൻ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മയോട്, അമ്മേ അവര് തീരെ സമാധാനം തരുന്നില്ല, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ അമ്മയാണെങ്കിൽ മോൻ പേടിക്കണ്ട, ഇതിനൊക്കെ അവർക്ക് ശങ്കസുര ശിക്ഷ കൊടുത്തിരിക്കും. അമ്മ എന്തായാലും ശങ്കസുരയോട് പറയാട്ടോ. അത് പറഞ്ഞു തീർന്നില്ല. ആ കുട്ടി ഉപദ്രവിച്ച് 3 എണ്ണത്തിനെയും ശങ്കസുരയുടെ വേഷം കെട്ടിയ ഒരാളില്ലേ ചാട്ട വെച്ച് അടിച്ചടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടപ്പോ അമ്മ, മോനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വിശ്വാസമായോ? അപ്പോഴാണ് ആ ശങ്കസുരയുടെ ഡ്രസ്സിൽ നിന്ന് ഒരു ചെറിയ മണി താഴെ വീഴുന്നത്. അത് കണ്ടപ്പോൾ ആ കുഞ്ഞി ഓടിപ്പോയിട്ട് ആ ഒരു മണി തന്റെ കയ്യിലെടുത്ത് വെക്കുകയാണ്. അപ്പോഴാണ് അടുത്ത സീനിലെ ശങ്കസുരയുടെ വേഷം കെട്ടുന്ന 3ാമത്തെ ഒരാള്, ഇയാളുടെ പേര് രംഗ എന്നാണ്. അപ്പൊ രംഗ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ വസ്ത്രത്തിലൊക്കെ മണികൾ ഉണ്ടാവില്ലേ, ആ മണികള് കോർത്ത് കെട്ടിവെക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുന്നത്, നിന്റെ കൂട്ടുകാർ 2 ആൾക്കാരില്ലേ, അതായത് ഒന്നിച്ച് ഈ ആട്ടാടുന്നേ, അവരെ 2 പേരെയും പോലീസ് പിടിച്ചടാ. എന്നിട്ട് ഇപ്പൊ അവര് വെറുതെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നീ എപ്പോഴാ വേഷം കെട്ടി ഇറങ്ങാൻ പോകുന്നേ? എടാ ഞാൻ ഈ ജോലി തീർത്തുടൻ തന്നെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അതേ സമയത്ത് സ്റ്റേഷനിലെത്തിയ നമ്മുടെ ഹീറോയില്ലേ, ശങ്കറിന്റെ ശരീരത്തില് രാജന്റെ വായിൽ നിന്ന് സ്കിന്ന് കിട്ടിയിരുന്നില്ലേ, അപ്പൊ അവൻ കടിച്ച ആ പാടുണ്ടോന്ന് നോക്കുമ്പോ അസിസ്റ്റൻസ് എങ്ങനെയൊക്കെ തേടിയിട്ടും അങ്ങനെ ഒരു പാട് കാണുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഒരു പശുവിന്റെ രോമം ശങ്കറിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ഇനത്തിൽപ്പെട്ട പശുക്കളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഹീറോ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേഷന്റെ പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ അടിവാങ്ങി തയമ്പിച്ച രാജുവിലെ ആൾക്കാരെ കൂട്ടിട്ട് വന്നതാണ്. കൂട്ടത്തിലെ ശങ്കറിന്റെ അമ്മയപ്പനുണ്ട്. അയാൾ പറയുന്നത് ശങ്കറിനെ റിലീസ് ചെയ്യണം, കാരണം സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ രാജു, അത് മാത്രമല്ല രാജന്റെ ബോഡിയും വിട്ടുതരണം, കുറേയധികം ചടങ്ങുകളുള്ളതാ, നിങ്ങൾക്ക് ഓൾറെഡി തരാവുന്നതിന്റെ അങ്ങേയറ്റം സമയം തന്നു കഴിഞ്ഞു, മര്യാദക്ക് ബോഡി വിട്ടു തരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ കയറി എടുത്തിട്ട് പോണോ? അത് കേട്ടപ്പോൾ ഹീറോ രാജനൊന്ന് പൊട്ടിക്കാൻ നോക്കുമ്പോൾ കോൺട്രാക്ടർ വന്നിട്ട്, സാറേ സാറിന് അറിയാലോ നമ്മുടെ നാട്ടില് ചില ചടങ്ങുകളുള്ളതാ, രാജൻ ഉറപ്പായിട്ടും ഈ സമയത്ത് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ശങ്കസൂര തന്നെയാണ്. രാജൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജന്റെ അച്ഛനാണെങ്കിൽ, സാറേ ഇവര് പറയുന്ന പോലെ എന്റെ മോന് വിട്ടുകൊടുത്തേക്ക്. അപ്പോൾ SI പറയുന്നുണ്ട്, സാറേ നിങ്ങളുടെ മകന്റേത് ഒരു സാധാരണ മരണമല്ല, ആരും അവനെ കൊലപ്പെടുത്തിയതാ. ഇപ്പോൾ ബോഡി നിങ്ങൾക്ക് വിട്ടു തന്നാല് പല എവിഡൻസും
നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റാതാവും. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അപ്പോൾ ശങ്കറിന്റെ അമ്മായച്ചനാണെങ്കിലേ സാറേ രാജന്റെ ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കേ. എന്നിട്ട് അവരെ ഉള്ളിലേക്ക് വിളിക്കുമ്പോൾ ഹീറോയും അതുപോലെ തന്റെ കാമുകിയായ കവിതയും രണ്ടുപേരും എന്താ പറയേണ്ടതെന്നറിയാതെ തരിച്ചു നിൽക്കുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവിന് എന്താ സംഭവിച്ചത്? ആരാ അവൻ ഇല്ലാതേക്കെന്ന് നിനക്ക് അറിയണ്ടേ? അപ്പൊ അവളാണെങ്കിൽ മരണപ്പെടേണ്ട ആള് എന്തായാലും മരിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ മാത്രമാണ്. ദയവ് ചെയ്ത് ആ ബോഡി വിട്ടു തന്നേക്ക്. അങ്ങനെ അവസാനം അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി കവിതയുടെ താല്പര്യത്തിന് വഴങ്ങിയിട്ട് ആ ബോഡി കൊടുത്തയക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കില്ലേ ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ തന്റെ ഫ്രണ്ട് SP ആണ്. നീ അറിഞ്ഞാ? നീ ആ ജനങ്ങളോട് എന്തൊക്കെയാടാ പറഞ്ഞേ? ഇപ്പോ മീഡിയയില് നിന്റെ വീഡിയോയാ വൈറല്, ഞാൻ നിനക്ക് അയച്ചുതരാന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ നാട്ടിലൊരു വ്ളോഗറില്ലേ അവനാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ SP ആണെങ്കിൽ നാളെ തന്നെ ഞാൻ അങ്ങോട്ടൊരു റെഗുലർ ചെക്കപ്പിന് വരുന്നുണ്ട്. അപ്പോൾ ഹീറോ നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസത്തിൻ്റെതല്ല, ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളില്ലടാ. അപ്പോൾ മീഡിയയിൽ പറയുന്നത് ഇൻസ്പെക്ടർ ഗ്രാമത്തിലെ വിശ്വാസികളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ്. അപ്പോൾ ആ വ്ളോഗറിന് കാരണത്തൊന്ന് കൊടുത്തിട്ട് നീ എന്തൊക്കെയാടാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? പോലീസ് ജനങ്ങളോട് ക്രൂരത ചെയ്യാന്നല്ലേ? സാറേ അത് കുറച്ച് ഫോളോവേഴ്സിന് കൂടുതൽ കിട്ടാൻ വേണ്ടി എന്റെ തലയിൽ തോന്നിയൊരു ബുദ്ധിയാ സാറേ. ഇനി ഒരിക്കലും ഒരു ന്യൂസ് മീഡിയം എന്നെ കോൺടാക്ട് ചെയ്താലും ഞാൻ ഒരു വീഡിയോ അയച്ചു കൊടുക്കൂല. എന്നിട്ട് SIയോട് ഇവന്റെ ലാപ്ടോപ്പ് മൊത്തം ചെക്ക് ചെയ്യ്, വേറെ ഏതെങ്കിലും വീഡിയോ പണി തരാൻ വെച്ചിട്ടുണ്ടോന്ന്. അപ്പൊ ഹീറോയ്ക്ക് ഒരു കോള് വന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ SIയും ടീമും ആ വീഡിയോ ചെക്ക് ചെയ്യാണ്. അപ്പൊ ഗ്രാമത്തിലെ പല ആളുകളെയും അതിൽ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിള് SIയോട് പറയുന്നത്, സാറേ ഇതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ വന്നാൽ മതി, നേരിട്ട് കാണാൻ എന്ത് കിടലാന്നറിയോ. എന്നാൽ അവരങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ആ വീഡിയോയില് ശങ്കറിനെ ആരോ അടിച്ച് ബോധം കെടുത്തിയിട്ട് ബോഡി അവിടുന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നാൽ സംസാരത്തിനിടയിൽ അവർ ആ സീൻ കണ്ടില്ല. എന്നാൽ ആ ഒരു കൊലയാളി ശങ്കസുരുടെ വേഷം ധരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് രാജന്റെ ബോഡി അടക്കം ചെയ്യാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങ് ഹീറോ നോക്കി നിൽക്കുമ്പോൾ രാജന്റെ അച്ഛനില്ലേ സങ്കടം സഹിക്കാൻ പറ്റാതെ തന്റെ മകന്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ മദനില്ലേ അവന്റെ കുട്ടിയുടെ ഓപ്പറേഷന്റെ ഹെൽപ്പിനായിട്ട് രാജന ചെയിനിലെ ലോക്കർ കൊടുത്തിരുന്നില്ലേ അവനും വല്ലാതെ സങ്കടത്തിൽ നിൽക്കാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ രാജൻ ഭായ് ഒരിക്കലും ഒരു കുറ്റവാളിയല്ല, ഒരു പാപം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാള് അവനെ സമാധാനിപ്പിച്ച് അവിടുന്ന് കൂട്ടിയിട്ട് പോവാണ്. അങ്ങനെ അച്ഛൻ തന്റെ മകനെ അവസാനം ചെയ്തയിൽ കൊള്ളുവെക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അതായത് ഫോറൻസിക് ഡോക്ടറാണ്. ഇവര് ലാസ്റ്റ് ആയിട്ട് ഒരാളുടെ സ്കിന്ന് DNA ടെസ്റ്റിന് അയച്ചിരുന്നില്ലേ, എന്നാൽ റിസൾട്ട് നടത്താൻ പറ്റിയില്ല. കാരണം ആ ഒരു സാമ്പിള് കണ്ടാമിനേറ്റ് ആയതുകൊണ്ട് റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ ഞാനൊരു പശുവിന്റെ രോമത്തെക്കുറിച്ച് നൂലിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അത് ശങ്കരസുരയുടെ വേഷം കിട്ടുന്ന ഡ്രസ്സിൽ അവർ തുന്നിപ്പിടിപ്പിക്കുന്ന നൂലാണ്. അപ്പോൾ ആ ആർട്ടിസ്റ്റിൽ ആരോ ആണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ ഓൾറെഡി ആ ഒരു യൂട്യൂബറുടെ ലാപ്ടോപ്പിൽ ചില ഡ്രസ്സുകൾ തുന്നുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹീറോ ഒന്ന് ശരിക്കും ചെക്ക് ചെയ്യുന്നുണ്ട്. ശങ്കർ സുരയല്ല കൊലയാളി, ശങ്കർ സുരയുടെ വേഷം കെട്ടിയ ആടുന്ന ഒരുത്തനാണ്. അങ്ങനെ ഈ ഗ്രാമത്തിൽ പ്രധാനപ്പെട്ട 3 ആളുകളല്ലേ ആ ഒരു ശങ്കർ സുര ആട്ടത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയും ടീമും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഓൾറെഡി അവർ ആട്ടത്തിന് ഉപയോഗിക്കുന്ന ഓരോ വസ്ത്രവും അവിടെ നിന്ന് കളക്ട് ചെയ്ത് DNA ടെസ്റ്റിന് അയക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ആ ഡാൻസ് കളിക്കുന്ന 3 ആളുകളിലെ അവരെയും അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അവരാണെങ്കിൽ സാറ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അടുത്ത ദിവസം ഞങ്ങൾക്ക് ഉത്സവത്തിന്റെ ചടങ്ങുള്ളതാ. അപ്പോൾ ആ ഒരു രാജുല്ലേ അവനും ബാക്കി ജനങ്ങളും പറയുന്നുണ്ട്, ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചടങ്ങ് മുടക്കിയിട്ട് രാജന്റെ ബോഡി എടുത്തിട്ട് പോയി, ഞങ്ങൾ ക്ഷമിച്ചു. രണ്ടാമത് ഞങ്ങളുടെ കൂട്ടത്തിലെ ശങ്കറിനെ പിടിച്ചിട്ട് പോയി. മൂന്നാമതിപ്പോ ഞങ്ങളുടെ ചടങ്ങ് ശരിക്കും മുടക്കാനായിട്ട് അതിലെ പ്രധാന ആട്ടക്കാരെയും കൂട്ടിട്ട് പോകണമെന്നോ. അപ്പോൾ ഹീറോ ആണെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ എന്ത് ചടങ്ങ് വേണമെങ്കിൽ നടത്തിക്കോ, അതിലൊന്നും ആർക്കും പ്രശ്നമില്ല. അതിന്റെ ഇടയിൽ മർഡേഴ്സ് നടന്നിട്ട് നിങ്ങളത് ബലിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാല് പോലീസ് നോക്കി നിൽക്കണമെന്ന. ഈ 3 എണ്ണത്തിനെയും അറസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അങ്ങനെ SIയോട് 3നും തൂക്കിയെടുത്ത് ജീപ്പിലിട്, ആരാ തടുക്കുന്നത് നോക്കട്ടെ. അങ്ങനെ അവർ ഓരോരുത്തരെയും സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്, അവസാനമായിട്ട് രാജന് നിങ്ങൾ ആരാ കണ്ടിരുന്നത്? അതേസമയത്ത് SI ഇല്ലേ ഓരോരുത്തരുടെയും വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അരിച്ചു പെറുക്കുന്നുണ്ട്. സാറേ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ എല്ലാം പറഞ്ഞതല്ലേ, അവസാനമായിട്ട് ഞങ്ങള് രാജനുമായിട്ട് ഒന്നിച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയെന്ന കരുതിയെ. അപ്പോൾ കോൺസ്റ്റബിൾ അവർ ഓരോരുത്തരുടെയും ശരീരം ചെക്ക് ചെയ്യുമ്പോൾ എവിടെയും രാജന് കടിച്ചതിന്റെ മുറിവിന്റെ പാട് കാണുന്നില്ല. എന്നാൽ രാജന്റെ ബോഡിയിൽ നിന്ന് ആരുടെയോ മുടി കിട്ടിയിരുന്നില്ലേ. അപ്പോൾ ഇവരുടെ 3 പേരുടെ മുടിയെടുത്ത് സാമ്പിള് ചെക്ക് ചെയ്യാൻ അയക്കാൻ പറയുന്നുണ്ട്. അതേപോലെ അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടിയില്ല. അപ്പോഴാണ് പുറത്ത് വല്ലാതെ ശബ്ദം. നോക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ തടിച്ചു കൂടിയിരിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ ആളുകളെ പുറത്തുവിടുമെന്ന് അവർ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രശ്നം നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ SP വരുന്നത്. അപ്പോൾ പോലീസുകാരോട് അവരെ ഒന്ന് നിയന്ത്രിക്കാൻ പറഞ്ഞിട്ട് നേരെ ഹീറോയോട്, നല്ല വിശ്വാസേ
എന്താ പുറത്ത് സംഭവം? അത് ശംഖസുര കലാകാരന്മാരായിട്ടുള്ള 3 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടാ. അപ്പോൾ SP അതെന്തിനാ അവരെ അറസ്റ്റ് ചെയ്തേ? രാജന്റെ ബോഡിയിൽ നിന്ന് ഒരു വെള്ള പശുവിന്റെ രോമം കിട്ടിയിട്ടുണ്ട്. അത് ശംഖസുര ആട്ടക്കാര് അവരുടെ ശരീരത്തിൽ തുന്നി പിടിപ്പിക്കുന്നതാ. അപ്പോൾ നീ പറയുന്നത് ഇവര് 3 പേരാ കൊലയാളിയെന്നോ? അതല്ലെങ്കിൽ ഇവരുടെ വസ്ത്രം ധരിച്ച് വേറെ ആർക്കെങ്കിലും ഇതുപോലെ കൊലപാതകം ചെയ്യാലോ? നീ തൽക്കാലം ഇവരെ റിലീസ് ചെയ്യ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ സാർ ഒരു കാര്യം പറയട്ടെ. തന്റെ ഫ്രണ്ട് സാറെന്ന് വിളിച്ചപ്പോൾ അസിസ്റ്റൻസിനോട് നിങ്ങളൊന്ന് പുറത്തേക്ക്, എന്നിട്ട് എടാ ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ, നീ എന്തിങ്ങനെ ഫ്രാങ്കായിട്ട് സംസാരിക്കുന്നത്? ഈ ഗ്രാമത്തിലെ ആളുകളുടെ പ്രശ്നം തൽക്കാലത്തേക്ക് ഒന്ന് ഒതുക്കി തീർക്കാൻ അവരെ വിട്ടേക്കാം. അങ്ങനെ SI വിളിച്ചിട്ട് അവരെ റിലീസ് ചെയ്യേ. എന്നാൽ ഹീറോ അവരെ 2 ആളെ റിലീസ് ചെയ്തോ, ഒരാളവിടെ നിൽക്കട്ടെ. എന്നിട്ട് രംഗയോട് ചോദിക്കുന്നുണ്ട്, നീ ഈ ഗ്രാമത്തിലെ അല്ലല്ലോ, പിന്നെ ഈ ഗ്രാമത്തിൽ നിന്നാണോ നീ കല്യാണം കഴിച്ചേ? അല്ല സാറേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ SP പിന്നെ ഈ ഗ്രാമമായിട്ട് നിനക്ക് എന്താടാ ബന്ധം? അത് എന്റെ അച്ഛൻ മരണപ്പെട്ടതാ, അമ്മയുടെ ബ്രദർ ഈ ഗ്രാമത്തിലുണ്ട്. അപ്പോൾ ഹീറോ നീ ഏത് ഗ്രാമത്തിൽ നിന്നാടാ? ഞാൻ പൽമീറിൽ നിന്നാ. അങ്ങനെ സമനില തെറ്റിയ ഒരാളെ സംസാരിക്കും പോലെയാണ് അയാൾ വർത്താനം പറയുന്നത്. എന്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഞാൻ ഈ നാട്ടിൽ വന്നതാ. ഇവിടുത്തെ ആൾക്കാരൊക്കെ പാവങ്ങളാ. അപ്പൊ ഹീറോ നീയല്ലടാ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പിന്നില്? അല്ല സാറേ, ഞാനൊന്നുമല്ല. അപ്പോഴാണ് അവൻ എഴുതിയൊരു ലെറ്റർ കാണിച്ചിട്ട് ഇത് നീയല്ലടാ എഴുതിയേ, ഇതില് കൊലയാളി നിനക്കറിയാന്നാൾ എഴുതിയിട്ടുള്ളത്. അതെ സാറേ, എനിക്കറിയാം. ആരാ കൊലയാളി? അതില്ലേ ശംഖസൂര്യ. കുറ്റവാളികളായിട്ടുള്ള ആളുകളെ തേടിപ്പിടിച്ച് ഉന്മൂലനം ചെയ്തതാ. അത് കേട്ടപ്പോ ഹീറോയ്ക്കും SPക്കും പ്രഷർ കയറുന്നുണ്ട്. അപ്പോഴാണ് SI അങ്ങോട്ടേക്ക് ഒരു മെയിലിൽ വന്ന റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു DNA ടെസ്റ്റിന് നമ്മുടെ ഡോക്ടർ അയച്ചിരുന്നില്ലേ, അതേ റിപ്പോർട്ടാണ്. എന്നാൽ ഇവരൊക്കെ പ്രതീക്ഷിച്ച പോലെ ഈ 3 ആളുകളുടെയും DNA-യുമായിട്ട് ആ റിപ്പോർട്ട് മാച്ച് ചെയ്യുന്നില്ല. അത് കേട്ടപ്പോൾ ഹീറോ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ SI അതെങ്ങനെയാടാ സാധ്യമാവുക? ഇവരെ താരതമില്ലാന്നോ? അപ്പോഴാണ് SI അല്ല സാറേ, ശരിക്കും DNA റിപ്പോർട്ട് ഒരു പുരുഷന്റേത് പോലുമല്ല, മറിച്ച് ഒരു സ്ത്രീയുടേതാണ്. അത് കേട്ടപ്പോൾ അവരെല്ലാവരും ഷോക്കായി പോകുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് രാജന്റെ ഫോട്ടോയില് മാലയെ കെട്ടിട്ട് ഏതോ ഒരു സ്ത്രീയിലെ ആ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോ രാജന്റെ ഭാര്യയായ കവിത തന്നെയാണോ ആ ഒരു സ്ത്രീ എന്ന് വ്യക്തമാവുന്നില്ല. ഇവിടെയാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത സീനില് കഥയുടെ പല ഭാഗത്തായിട്ട് നമ്മളൊരു ചെറിയ പയ്യനെ കണ്ടിരുന്നില്ലേ, അവനിപ്പോ വളർന്ന് വലുതായിട്ടുണ്ട്. അവന്റെ കുടിയനായ അച്ഛനില്ലേ ഇപ്പോഴും പഴയ പോലെ തന്നെ അമ്മയും മകനെയും വല്ലാതെ മദ്യപിച്ചു നിന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അയാൾക്ക് കുറച്ചുകൂടി കുടിക്കാന് വീട്ടിലുള്ള പല ബോട്ടിലും തട്ടിയിട്ട് പൈസ തപ്പുകയാണ്. എന്നാൽ അമ്മ തടുത്തിട്ടും അയാളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം അരിപ്പൊടിയുടെ ഉള്ളിലെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്ന പൈസയും അയാള് തട്ടിപ്പറിച്ചെടുത്തിട്ട് മദ്യപിക്കാനായിട്ട് അവിടുന്ന് പോവാണ്. അമ്മയുടെ മുഖമൊക്കെ മുറിഞ്ഞ് ആ അരിമാവിലെ രക്തം കണ്ടപ്പോ മകന് ഭ്രാന്ത് പിടിച്ച പോലെ ആവുന്നുണ്ട്. അവൻ അലറി വിളിക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ട് തന്റെ മകൻ എന്താ പറ്റുന്നറിയാതെ ആ അമ്മ തരിച്ചു നിൽക്കുമ്പോ അതേ സമയത്ത് പൈസ എടുത്തിട്ട് പോയ ആ ഒരു തന്തപ്പടി കുടിച്ച് കിറങ്ങിയിട്ട് ആടി വരുമ്പോ വീണു പോവാണ്. അപ്പോ ശംഖസുരയുടെ വേഷം കെട്ടി ആരോ ഒരാള് അയാളുടെ മുമ്പിൽ വന്ന് അയാളെ തല്ലുന്നുണ്ട്. സാധാരണ ആ ഒരു ബെൽറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് വേദനയാവുന്ന രീതിയിൽ മാത്രമേ തല്ലാറുള്ളൂ. എന്നാൽ ഇപ്പൊ വന്ന ആളില്ലേ അയാളെ നല്ല രീതിയിൽ വേദനയായി മുറിവാകുന്ന പോലെ തല്ലുന്നുണ്ട്. അയാള് നിർത്തുന്ന് എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുമ്പോൾ ആ ഒരു പയ്യനും അമ്മയില്ലേ ഒരു പുഴയുടെ അരികിൽ വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ രാത്രി തല്ല് കിട്ടിയ അവന്റെ അച്ഛൻ പാടായിട്ടുണ്ട്. അപ്പൊ അവനാണെങ്കിലേ അമ്മേ അച്ഛന് ശംഖസൂര്യ ആയിരിക്കൂലേ ശിക്ഷ കൊടുത്തിട്ടുണ്ടാവുക? അമ്മയും അതേന്ന് തലയാട്ടി ഒന്ന് സമാധാനിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ അത്രത്തോളം അവർ അനുഭവിച്ചില്ലേ. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ ഇല്ലേ നേരെ തന്റെ മുൻ കാമുകിയായിരുന്ന കവിതയെ കാണാൻ വരികയാണ്. കാരണം രാജന്റെ ഭാര്യ ആയിരുന്നില്ല കവിത. അപ്പോ ഇതിന്റെ പിന്നില് കവിതയാവാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ രാജൻ പ്രണയിച്ചിരുന്നതോ അല്ലെങ്കിൽ രാജനെ പ്രണയിച്ചിരുന്നതോ ആയിട്ടുള്ള മറ്റേതെങ്കിലും പെൺകുട്ടിയുമാവാം. തന്റെ അസിസ്റ്റൻസിനോട് ആരാവാനാ സാധ്യത എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കും പ്രത്യേകിച്ചൊരു ഐഡിയ ഇല്ല. അതേ സമയത്ത് നമ്മുടെ രാജന്റെ അച്ഛനില്ലേ കവിത കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ടും അവർ കുടിക്കുന്നില്ല. തന്റെ മകന്റെ വിയോഗം അങ്ങേർക്ക് ഇതുവരെ സഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ലേഡി കോൺസ്റ്റബിളുമായിട്ട് ഹീറോ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് എനിക്ക് നിങ്ങളുടെ മരുമകള് കവിതയോടൊന്ന് സംസാരിക്കണം, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ കവിതയോട് നീ ഉള്ളിലേക്ക് പോ. സാറേ അതൊരു പാവം പെൺകുട്ടിയാ, 2 ദിവസം മുമ്പാ അവളുടെ ഭർത്താവ് മരണപ്പെട്ടെ. കുറച്ച് നല്ല രീതിയിൽ സമാധാനത്തിൽ സംസാരിക്കണം. അങ്ങനെ ലേഡി കോൺസ്റ്റബിളായിട്ട് ഹീറോ ഉള്ളിലേക്ക് വന്നിട്ട് കവിത നിന്റെ ഭർത്താവ് രാജനെ കൊലപ്പെടുത്തിയത് നീയല്ലേ? അപ്പൊ അവര് മറുത്തൊന്നും പറയുന്നില്ല. അപ്പൊ അസിസ്റ്റന്റിനോട് നീ ചോദിക്കേ. അപ്പൊ അവര് പേര് ചോദിക്കുമ്പോ അത് നേരത്തെ മനസ്സിലായതല്ലേ? അപ്പോ അല്ല നിങ്ങൾ എവിടുന്നാ? അപ്പൊ ഹീറോ പറയുന്നത് അവര് മുംബൈയിൽ നിന്നാണ്. അപ്പൊ ലേഡി കോൺസ്റ്റബിളിന് അല്ല ചോദ്യം ചോദിക്കുന്നത് കവിതയോട്, ഉത്തരം പറയുന്നത് സാറാണല്ല. അപ്പൊ ലേഡി കോൺസ്റ്റബിള് നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അപ്പോഴും ഹീറോയാണ് അത് അറേഞ്ച് മാരേജാ. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിലായിരുന്നില്ലേ? അപ്പോൾ കവിതയും നോർമലായിരുന്നു. അപ്പോൾ കോൺസ്റ്റബിള് അല്ല നിങ്ങളുടെ റൂമിലെ ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് ടെൻഷനായിട്ട് എന്ത് ചോദ്യം നീ ചോദിക്കുന്നേ? തൽക്കാലം നീ ഒന്ന് പുറത്തേക്ക്. അതായത് കവിതയ്ക്കും രാജനും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് കവിതയെ സങ്കടപ്പെടുത്തിയപ്പോൾ ഹീറോയ്ക്ക് ചെറുതായിട്ടൊന്ന് ടെൻഷനായതാ. അപ്പോൾ കവിത ഹീറോയോട് നിങ്ങൾക്ക് എന്നോട് ശരിക്കും ദേഷ്യം ഉണ്ടാവുമെന്നറിയാം, എൻ്റെ സാഹചര്യം അതായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വാശിയുടെ മുമ്പിൽ എനിക്ക് വേറെ വഴിയുണ്ടായില്ല. അപ്പോൾ ദേ
ദേഷ്യത്തിലെ ഹീറോ മിണ്ടരുത്. നമ്മൾ പ്രണയിച്ചിരുന്ന സമയത്തും ഞാൻ ആഗ്രഹിച്ചത് നിന്നെ എപ്പോഴും ഹാപ്പിയായി വെക്കണമെന്ന്. എന്നാൽ നീ എന്നെ വിട്ടുപോയപ്പോഴും ഞാൻ കരുതിയത് നീ എവിടെയാണെങ്കിലും അവിടെ ഹാപ്പി ആയിരിക്കണമെന്ന്. എന്നിട്ട് നീ ഹാപ്പി ആയിരുന്നോ? നിനക്ക് നല്ല പണക്കാരനായ ഒരു ഹസ്ബൻഡിനെ കിട്ടി, എന്നിട്ട് നീ ഹാപ്പി ആയിരുന്നോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിലേ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? അപ്പൊ കവിത, എനിക്കങ്ങനെ ലൈഫിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹീറോ, നീ ആരോടാ കളവ് പറയുന്നേ? നിന്നെ പണ്ടേ എനിക്കറിയുന്നേ. നിനക്ക് രഹസ്യങ്ങൾ നല്ലോണം മനസ്സിൽ ഒളിപ്പിക്കാൻ അറിയാം. നിന്റെ കണ്ണ് കണ്ടാൽ എനിക്കറിയാം. സത്യം പറ, നിന്റെ ഭർത്താവ് രാജന് മറ്റൊരു രഹസ്യ അഫയർ ഉണ്ടായിരുന്നില്ലേ? അത് നീ കണ്ടുപിടിച്ചില്ലേ? അതിന് അങ്ങേരിപ്പം മരണപ്പെട്ടില്ലേ? അപ്പൊ ഹീറോ, മരണപ്പെട്ടതല്ല, ആരോ മർഡർ ചെയ്തതല്ലേ? ഒരു മർഡറും അല്ല, അങ്ങേർക്ക് ശങ്കസുര ശിക്ഷ കൊടുത്തതാ. അപ്പൊ ഹീറോ, നീയും ഈ റബ്ബിഷൊക്കെ വിശ്വസിച്ചോണ്ടിരിക്കുക. അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഏതോ പെൺകുട്ടി പുറത്തു നിന്ന് അവരെ രഹസ്യമായിട്ട് വാച്ച് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഹീറോ, സത്യം പറ, നീ എന്തിനാ നിന്റെ ഭർത്താവിനെ കൊന്നേ? അപ്പൊ അവള്, ഞാൻ കൊന്നോന്നോ? എന്നെ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? എനിക്ക് ശരിക്കും നിന്നെ തന്നെ ഇപ്പൊ സംശയം. നമ്മുടെ പഴയ ബന്ധുവൊന്നും നിന്നെ ഹെൽപ്പ് ചെയ്യില്ല. നീ സത്യം പറയുന്നോ അതോ ഞാൻ തേടി കണ്ടുപിടിക്കണോ? എനിക്ക് വേണ്ട എവിഡൻസ് ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ കവിതയാണെങ്കിൽ നിങ്ങളുടെ വെറും സംശയം മാത്രം. അപ്പൊ ഹീറോ, ആഹാ അതല്ലേ, ഞാൻ കണ്ടുപിടിച്ചോളാം. അങ്ങനെ പല സ്ഥലത്തും ആ റൂമിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ചുമരിലായിട്ട് ഒരു ഭാഗത്ത് പുതിയതായിട്ട് പെയിന്റ് അടിച്ചത് ഹീറോ കാണുന്നത്. പതിയെ അത് ഇളക്കി നോക്കുമ്പോ ഉള്ളില് രക്തത്തിന്റെ പാടുണ്ട്. അത് കണ്ടപ്പോ കവിതയും വല്ലാതെ ഷോക്കായി തരിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ പുറത്ത് നേതൊരു പെൺകുട്ടി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ലേ, അവളും പേടിച്ചു പോണ്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ നോടാൻ നോക്കുമ്പോ എന്തോ പാത്രം തട്ടിയിടുന്നുണ്ട്. അപ്പൊ ഹീറോയ്ക്ക് ആരോ തന്നെ വാച്ച് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കാൻ ഉറപ്പായപ്പോ പിന്നാലെ പോയി നോക്കുന്നുണ്ട്. എന്നാൽ പുറത്തെത്തിയപ്പോ അവിടെ നമ്മുടെ രംഗ ഇരിക്കുകയാണ്. അപ്പൊ ഹീറോ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? സാറേ, ഞാൻ ഇവിടെ ജോലി ചെയ്യാ. എന്ത് ജോലി? ഇവിടത്തെ ജോലിയാ. അപ്പോ രാജന്റെ അച്ഛനും അവനൊരു പാവ ഇവിടത്തെ ജോലിക്ക് വിളിച്ചതാ. അപ്പൊ ഹീറോ ശരിക്ക് അവനെ നോക്കുമ്പോഴാണ് കുറച്ചു ദൂരെ ആരോ മറിഞ്ഞിരിക്കുന്ന പോലെ ഹീറോ കാണുന്നത്. അത് ഒരു പെൺകുട്ടിയാണ്. അവൾ ആരാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ കയ്യിലൊരു പാട് കണ്ടപ്പോ അത് ശരിക്കും നോക്കുമ്പോഴാണ് പുറകിൽ നിന്ന് കവിത വിളിച്ചു പറയുന്നത്, അത് എന്റെ അനിയത്തിയ. അപ്പൊ ഹീറോ കുറച്ചു നേരത്തെ അവളുടെ കയ്യിൽ പാട് കണ്ടില്ലേ? അപ്പൊ തന്നെ രാജൻ ആരെയോ കടിച്ചപ്പോ ആ ഒരു ടിഷ്യൂ സാമ്പിൾ എടുത്തിരുന്നില്ലേ? അപ്പോ ഹീറോ DNA ടെസ്റ്റ് കവിതയുടെ അനിയത്തിയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് അസിസ്റ്റൻസിനെ കൊണ്ട് അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ കവിത, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. അങ്ങനെ കവിത തന്റെ അനിയത്തിയും കൂട്ടിയിട്ട് വിജനമായ സ്ഥലത്തേക്ക് ഹീറോയെ കൂട്ടിട്ട് വരികയാണ്. എന്നിട്ട് അവര് പറയുന്നുണ്ട്, ചിലപ്പോ നമ്മള് നല്ലവരായിട്ട് കാണുന്ന പല ആളുകളും എവൽസ് ആയിരിക്കും. അതായത് കവിതയുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ശരിക്കും രാജന്റെ റിയൽ സ്വഭാവം അവള് കാണുന്നത്. രാജന്റെ ഡ്രസ്സ് മടക്കി വെക്കാൻ എടുത്താലോ അലക്കാൻ എടുത്താലോ നീ എന്താ ചെക്ക് ചെയ്യുന്നേ? നിനക്കെന്നെ സംശയമാണെന്ന് ചോദിച്ച് അവൾ വല്ലാതെ ഉപദ്രവിക്കും. അതുപോലെ എപ്പോഴും കള്ളു കുടിച്ചു വന്നിട്ട് ടോർച്ചറും ചെയ്യും. ശരിക്കും അയാൾ എന്നെ കണ്ടിരുന്നത് ഒരു അനിമലിനെ പോലെയാ. ഞങ്ങൾക്ക് കുറെ വർഷമായിട്ട് കുട്ടികളില്ല. ഡോക്ടർ അടുത്ത് പലപ്പോഴും ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രശ്നം അയാൾക്കാണെന്നാണ്. എന്നാൽ അത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. പ്രശ്നം എനിക്കാന്നും പറഞ്ഞ് അയാൾ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യായിരുന്നു. അങ്ങനെ എന്നെ അടിക്കുന്ന കണ്ടപ്പോൾ എന്റെ അനിയത്തിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചതാ. അപ്പോഴാണ് അവളുടെ കൈ അയാളെ കടിച്ചു മുറിക്കുന്നത്. അതിനുശേഷം അവളെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നിട്ടാ ഞാൻ കയ്യിൽ കിട്ടിയ ഒരു മുളവടി വെച്ച് അയാളുടെ തലക്കടിച്ച്. അതിനുശേഷമാണ് അവൻ തെറിച്ചു പോയിട്ട് ആ ചുമരില് തലയടിച്ച് താഴെ വീണു പോകുന്നത്. പിന്നീട് അവിടെ എന്താ സംഭവിച്ചെന്ന് കാണുന്നില്ല. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. അപ്പൊ അച്ഛനും എന്താടാ പറ്റിയേ? അതച്ചാ എവിഡൻസ് ഒക്കെ രാജന്റെ ഭാര്യയ്ക്ക് അവരുടെ അനിയത്തിക്കും അനുകൂലമായിരുന്നു. എന്നാൽ അവര് പറയുന്നത് അവരെല്ലാം ഈ മർഡർ ചെയ്തെന്നാണ്. അത് മാത്രമല്ല, ഞാനും ക്രോസ് ചെക്ക് ചെയ്തപ്പോ 15 വർഷമായിട്ട് ഈ ഗ്രാമത്തില് ശങ്കസുരയുടെ പേരില് കുറെ മർഡേഴ്സ് നടക്കുന്നില്ലേ, അതേ പാറ്റേണിലാണ് രാജന്റെ മർഡർ നടന്നിട്ടുള്ളത്. എന്നാൽ അവര് പറഞ്ഞ പാറ്റേൺ അങ്ങനെയല്ല. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ തന്റെ ടീമുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാവുന്നുണ്ട്. എന്തായാലും ശങ്കസൂര്യയുടെ കോസ്റ്റ്യൂം ധരിച്ചിട്ടുള്ള ഏതോ ഒരാൾ തന്നെയാണ് കൊലയാളി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ഫേസിലേക്കായിട്ട് ആ ഒരു പശുവിന്റെ രോമം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ക്ലോത്തിന് നൈലോൺ തുണിയും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഈ നാട്ടിൽ ആരാ തുന്നുന്ന നോക്കുമ്പോൾ ഷെഫീഖ് എന്ന ഒരാളാണ്. അപ്പോൾ ഹീറോ വന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ കുറേയധികം ആളുകളുടെ അളവെടുത്തോണ്ടിരിക്കുക. പോലീസിനെ കണ്ടപ്പോൾ സാറേ എനിക്കിപ്പോൾ സമയമില്ലേ, കുറച്ചധികം തിരക്കുണ്ട്. അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ, അല്ലടാ നീയല്ലേ ശങ്കസൂര്യയുടെ ആ ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്നത്? അത് കേട്ടപ്പോൾ ആഹാ, അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് അല്ലേ? സാറേ എത്ര ഡ്രസ്സ് വേണം? ഞാൻ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചു തരും. നിങ്ങൾക്ക് എവിടെയും ഞാൻ ഉണ്ടാക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ലട്ടാ, പക്ഷേ പൈസ ഡബിൾ തരേണ്ടി വരും. അപ്പോൾ ഹീറോ, അല്ലടാ നീ എത്ര നാളായി ഈ ഡ്രസ്സ് തുന്നി കൊടുക്കാൻ തുടങ്ങിയിട്ട്? അത് സാറേ എൻ്റെ ഗുരു എന്നെ 10 വർഷം മുമ്പ് പഠിപ്പിച്ചതാ. ഇപ്പോഴും ഞാൻ തന്നെയാണ് തുന്നി കൊടുക്കുന്നത്. എനിക്ക് ആ ഒരു കല കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹീറോ, അതല്ല നീ വെറൈറ്റി ആയിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഡ്രസ്സ് തുന്നി കൊടുത്തിട്ടുണ്ടോ? ആ സാറേ, കടപ്പില് പൽനീർ ഗ്രാമവാടി. അപ്പോൾ ഹീറോ, നീ എന്താ പറഞ്ഞ പൽനീർ എന്നോ? ആ ഗ്രാമത്തിൽ ആർക്കാ തുന്നി കൊടുത്തേ? അപ്പോഴാണ്
രംഗയ്ക്കാണ് ആ ഒരു ഡ്രസ്സ് തുന്നിക്കൊടുത്തെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഹീറോയും ടീമും നേരെ രംഗയെ കാണാൻ വരികയാണ്. അപ്പോൾ രംഗയാണെങ്കിൽ ആഹാ സാറന്മാരാണ്, വാ സാറേ ഉള്ളിൽ കയറ്, സാറന്മാർക്ക് ചായ വേണോ, പാല് കുറച്ച് കുറവാട്ടാ. അപ്പോൾ ഹീറോ അത് കുഴപ്പമില്ല, എനിക്ക് കട്ടൻ തന്നാ മതി. ആയിക്കോട്ടെ സാറേ, കഴിക്കാൻ കുറച്ച് പുളികളെ മിച്ചറും തരാട്ടാ. സാറേ നിങ്ങളൊക്കെ ഇരിക്കട്ടാ, ഞാൻ ചായ എടുക്കട്ടെ. അപ്പോൾ ഹെഡ് കോൺസ്റ്റബിളിനോട് ഹീറോ താൻ തൽക്കാലം അവൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കേ. അതായത് അവൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് ആ വീട് മുഴുവൻ ഒന്ന് അരിച്ചു പെറുക്കാനാണ്. അതായത് ഓൾറെഡി നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു വെള്ളമുടി രാജന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയിരുന്നില്ലേ, അത് വെച്ച് തുന്നി ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സ് ഇവൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് അവര് മെനക്കെട്ട് തരുന്നത്. നോക്കുമ്പോൾ അവിടെ കുറേയധികം അതുപോലത്തെ ശങ്കസുരയുടെ ഡ്രസ്സുകളുണ്ട്. അപ്പോഴാണ് അവൻ ചായമായിട്ട് വരുന്നത്. അപ്പോൾ പോലീസ് അരിച്ചു പെറുക്കുന്നത് അവൻ കണ്ടപ്പോൾ എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യില് ഹീറോ പ്രതീക്ഷ പോലെ ഒരു ഡ്രസ്സ് ഉണ്ട്. അത് കണ്ടപ്പോൾ ഇതുവരെ ചിരിച്ചു നിന്ന രംഗയുടെ മുഖത്തെ ചിരി അങ്ങ് മായാണ്. പതിയെ നമ്മുടെ ഹീറോയുടെ മുമ്പിൽ വന്നിട്ട് കൈകൂപ്പിയിട്ട് എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ജസ്റ്റ് ക്യാപ്പ് കിട്ടിയപ്പോൾ അവിടുന്ന് അവനോട് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഹീറോയും ടീമിലെ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അസിസ്റ്റൻസിനോട് പറയുന്നുണ്ട് ആ ഒരു മാസ്ക് ഫോറൻസിക് ടീമിനയക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാലോ. ഇവിടെയാണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ഈ കഥയുടെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലെ ആ ഒരു ചെറിയ പയ്യനില്ലേ, അവൻ ശങ്കസുരയുടെ ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ട് ഞാന് പലപ്പോഴും എന്റെ അച്ഛൻ ചെയ്യുന്ന ക്രൂരതകള് ലെറ്ററിൽ എഴുതി തന്നില്ലേ, എന്നിട്ട് അവസാനം ആ പണിഷ്മെന്റ് കൊടുത്തല്ലേ. അത് കേട്ടപ്പോ അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. തന്റെ മകൻ ആരോടെ സംസാരിക്കുന്നേ, അവനോട് നിന്റെ അരികിൽ ആരുമില്ലല്ലോ, നീ പിന്നെ ആരോടാടാ ഈ സംസാരിക്കുന്നേ? അമ്മ എന്റെ അരികില് ശങ്കസുരയുണ്ട്, ഇപ്പോ എന്റെ കൂട്ടുകാരനാ. അത് കേട്ടപ്പോ അമ്മയ്ക്ക് തന്റെ മകന്റെ മൈൻഡ് ഇത് എങ്ങോട്ടാ പോകുന്ന അറിയാതെ ആ ഒരു മാസ്ക് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഉള്ളില് ആ ഒരു ഡ്രസ്സ് ഇട്ട് വെക്കുന്ന ഒരു പെട്ടിയുണ്ട്, ആ പെട്ടി അടക്കെടുത്തിട്ട് നശിപ്പിച്ച് കളയാൻ കൊണ്ടുവരികയാണ്. അപ്പോ മകൻ പിന്നാലെ വന്നിട്ട് അമ്മേ അത് ചെയ്യല്ലേ. അപ്പോഴാണ് ശങ്കസുരയുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അവൻ കൈകൂപ്പി നിന്നിട്ട് എന്തോ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് തന്റെ മകനെ സമനില തെറ്റി പോലെ ആയിട്ടെന്ന് ഉറപ്പായപ്പോ നീ ഇപ്പോ വലിയ ചെക്കനായില്ലേ, എന്തെങ്കിലും ജോലിക്ക് പോടാ, ഇനി ഒരിക്കലും ഈ പെട്ടി ഞാൻ നിനക്ക് തരില്ല. അപ്പോൾ അവനവന്റെ അമ്മയെ തള്ളിയിട്ട് നിനക്ക് ഡീമനെ പേടിയില്ലല്ലേ, ഞാൻ ആരാന്നറിയോ, ശങ്കസുരയ. അതും പറഞ്ഞ് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് തന്റെ ഭർത്താവിന്റെ മരണത്തിന് പിന്നിലും തന്റെ മകൻ തന്നെയാണ്. ഇപ്പോ മകന്റെ മാനസികാവസ്ഥ തന്നെ വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡ്രസ്സും ധരിച്ചിട്ട് ആ ഒരു ഉത്സവത്തിന് ശങ്കസുരയെ പോലെ വേഷം കെട്ടി ആടാന് അവൻ പോവാണ്. എന്നിട്ട് അവന്റെ അച്ഛന്റെ കൂട്ടുകാരനില്ലേ, അയാളെയും ചുറ്റി വലിച്ച് അടിച്ച് പിഴിയുന്നുണ്ട്. സാധാരണ ചെറിയ രീതിയിൽ വേദന പോലെയല്ലേ തല്ലാറുള്ളൂ, എന്നാലും വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ ആ ഡ്രസ്സിനുള്ളിൽ ആരാണെന്ന് ചുറ്റിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തന്റെ മകനാന്നറിഞ്ഞാല് ചിലപ്പോൾ അവരെന്തും ചെയ്തോളെന്ന് ഭയന്നിട്ട് മകനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്നില്ല. അപ്പൊ അവനാണെങ്കിലേ അമ്മ ഈ ഗ്രാമത്തിൽ എല്ലാവരും എന്നെ എത്ര ഉപദ്രവിച്ചതാ, എന്റെ അച്ഛനടക്കം. അപ്പോൾ എന്റെ രക്ഷയ്ക്ക് എന്റെ കൂട്ടുകാരൻ ശങ്കസുര ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അടുത്ത സീനിലെ പ്രസന്റിലെ നമ്മുടെ ഹീറോയിലെ അവന്റെ ഗ്രാമത്തിലെ അവൻ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അവന്റെ അമ്മയാണെങ്കിലേ പ്രിൻസിപ്പളിനോട് ഹെൽപ്പ് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ അങ്ങേര് സജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അവിടുത്തെ ലേഡി ഡോക്ടറെ മീറ്റ് ചെയ്യാൻ ആ അമ്മ തന്റെ മകനെ കൂട്ടിട്ട് പോയതായിരുന്നു. ആ ഒരു കുട്ടിയെ ആദ്യം കണ്ടപ്പോൾ അവനധികം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് സത്യമാണെന്ന് ഉറപ്പായി. അപ്പൊ മകനോട് മോനെ കുറച്ചു ദിവസം മോനോട് നിൽക്കുന്നു പറഞ്ഞിട്ട് അവിടെ ആക്കിയിട്ട് അമ്മ പോയതാണ്. എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ വല്ലാതെ സിമ്പതി തോന്നി. അവന്റെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോഴും അങ്ങനെ ഒരു വർഷോളം എടുത്തു അവന്റെ മനസ്സിലെ ആ ഒരു ഭയവും ഇൻസെക്യൂരിറ്റിയും പതിയെ പതിയെ കുറച്ചെടുക്കാൻ. അങ്ങനെ ഇടക്ക് അവന്റെ അമ്മ അവനെ കാണാൻ വരാൻ തുടങ്ങി. അമ്മയ്ക്കും തന്റെ മകൻ മാറുന്നുണ്ടെന്ന് വിശ്വാസമായി. എന്നാൽ പിന്നീട് കുറച്ച് മാസങ്ങളായിട്ട് അവന്റെ അമ്മ വരാതായപ്പോ അമ്മയെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയതാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോ അവൻ കണ്ടത് അവന്റെ അമ്മ മരണപ്പെട്ട് കിടക്കുന്നതാണ്. അമ്മയുടെ ആ ഒരു മരണം അവനെ വല്ലാതെ പിടിച്ചു കുലുക്കി. പതിയെ റെഡിയാക്കി കൊണ്ടുവന്ന അവന്റെ മനസ്സ് വീണ്ടും താളം തെറ്റി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പെട്ടിൽ നിന്ന് ആ ഒരു ഡ്രസ്സ് എടുത്ത് വീണ്ടും ശങ്കസുരേട്ടൻ ഇറങ്ങിയതാണ്. അങ്ങനെ കഴിഞ്ഞ 15 വർഷമായിട്ട് അവൻ 15 കൊലപാതകങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഹീറോയിൽ നിന്ന് ആ ഒരു ഡോക്ടർ മനസ്സിലാക്കാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അവന്റെ ഉള്ളിലെ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ശങ്കസുര എന്ന ആ ഒരു പേരാണ്. അപ്പോൾ ശങ്കസുരയാവാതെ അവൻ ഇരിക്കാനേ പറ്റില്ല. അതേ സമയത്ത് ആ ഗ്രാമത്തിലെ ആ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശങ്കസുരയുടെ വേഷം കെട്ടിയ കുറെ ആളുകൾ ആ ഒരു കലാരൂപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് കലാരൂപം പ്രസന്റ് ചെയ്യുന്ന ആളുകൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയിൻ ടീം എത്തുമ്പോൾ പല ജനങ്ങളും പറയുന്നുണ്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് അവൻ വരുന്നത്. എന്നാൽ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ശങ്കസുരയുടെ വേഷം കെട്ടി ആരാ കാടുന്നുണ്ടോ അതിലേതോ ഒരുത്തനാണ് ആ ഒരു കൊലയാളി. അപ്പോൾ ഹീറോയെ കണ്ടപ്പോൾ ഗ്രാമത്തലവനും ജനങ്ങളും ചുറ്റി വളഞ്ഞിട്ട് അല്ല സാറേ എന്താ ഇവിടെ പരിപാടി, കൊലയാളി ഇപ്പൊ പിടിക്കുന്നു പറഞ്ഞിട്ട് ഒന്നും ആയില്ലല്ലേ, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ ഇതിന്റെ പിന്നിലെ ശങ്കസുരയാണ്, സാറിന്റെ ജോലി തെറിക്കും തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഹീറോ നിങ്ങളെ കരുതുന്ന പോലെ നിങ്ങളുടെ ട്രഡീഷൻ ഉപയോഗിച്ചിട്ട് ഒരുത്തനാണ് ഈ കൊലപാതകമൊക്കെ ചെയ്യുന്നത്, അവൻ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രാമത്തലവനും ആരാ സാറേ അത് ആരാന്ന് അങ്ങ്
പറഞ്ഞാല് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ, ഞാനവനെ പിടിച്ച് മുമ്പിലിട്ട് തരാം. അപ്പോഴാണ് നമ്മുടെ ഡോക്ടറില്ലേ ഹീറോയെ വിളിച്ചിട്ട് താൻ തന്ന പോലെ ആ കവിതയുടെ അനിയത്തിയുടെ DNA സാമ്പിൾ മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഹീറോ അവളല്ല കൊലയാളി. അപ്പോഴാണ് അന്ന് രാജന്റെ തല മുറിഞ്ഞ ശേഷം അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുന്നത്. അപ്പോൾ ഹീറോയ്ക്ക് തന്റെ കണക്കൂട്ടിൽ കറക്റ്റാന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ശങ്കുസരായിട്ട് വേഷമിട്ട ആ ഒരു കില്ലർ കൊലപ്പെടുത്തി ഓരോരുത്തരും പല വൃത്തികേടും ചെയ്ത ആളുകളായിരുന്നു. എന്നാൽ രാജൻ പുറത്ത് മാന്യനായിരുന്നല്ലോ, അവൻ എന്തിനേ കൊന്നിട്ടുണ്ടാവുക? അങ്ങനെ ആ കൂട്ടത്തില് ആ ഒരു കലാരൂപം കളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഹീറോ ശരിക്ക് വാച്ചിയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് നമ്മുടെ രംഗയുടെ പഴയ വസ്തുക്കൾ എടുത്തപ്പോൾ അവൻ എഴുതി വെച്ചൊരു ഡയറി കിട്ടിയിരുന്നത്. അതില് അവനെ പല ആളുകൾ ഉപദ്രവിച്ചിട്ട് ഒരു ഇരട്ടപ്പേര് വിളിച്ചിരുന്നു, അതായത് ചുണ്ടലി ചുണ്ടലി എന്ന്. അതുപോലെ പലപ്പോഴും ആ വീട്ടിൽ ജോലിക്ക് വന്നപ്പോൾ രാജൻ അവൻ ആ പേര് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല രാജൻ തന്റെ ഭാര്യ ഉപദ്രവിക്കുന്നതും അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ അറിയാതെ രംഗസ്വരയായിട്ട് മാറിയിട്ട് രാജനെ ഇല്ലാതാക്കിയതാണ്. അപ്പോൾ ആ കൂട്ടത്തിലെ രംഗയെ നമ്മുടെ ഹീറോ പോയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ടീം വന്നിട്ട് അവനെ ലോക്ക് ചെയ്യുന്നുണ്ട്. രംഗയെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലേക്കല്ല ഹീറോ കൊണ്ടുപോകുന്നത്, ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഡോക്ടറും പതിയെ പതിയെ അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് നമ്മുടെ ഹീറോ കുറച്ച് ദൂരെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ തന്റെ അസിസ്റ്റന്റിനോട് അവനെ കുറെ ഉപദ്രവിച്ച് ശിക്ഷിച്ചതുകൊണ്ട് ഒരിക്കലും നീതി പൂർത്തിയാവില്ല, അവന് വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ്. കാരണം അവൻ കൊലപ്പെടുത്തിയ ആരും ഒരു രീതിയിൽ നല്ലവരായിരുന്നില്ല. അങ്ങനെ ഇന്ന് ആ ഗ്രാമത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്. എല്ലാ വർഷവും ഉത്സവം നടക്കുമ്പോൾ ഓരോ ആളുകൾ മരണപ്പെട്ട് ആ കുളത്തിൽ കാണാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഉത്സവം കഴിഞ്ഞിട്ടും ആ കുളം വളരെ നീറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോഴാണ് കുറച്ചു ദൂരെ നമ്മുടെ കവിത വന്ന് നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ ഹീറോയും കവിതയും ഒന്ന് നോക്കുന്നുണ്ട്. ഇനിയെങ്കിലും എന്റെ കൂടെ വരുമെന്നുള്ള ആ ഒരു നോട്ടം കവിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അവളും അതിന് ഉറച്ച മനസ്സോടെ തിരിച്ച് ഹീറോയെ നോക്കുന്ന കാണിച്ചുകൊണ്ട് ഒരു ഹാപ്പി എൻഡിങ്ങോടെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ട്വിസ്റ്റുകളും മിസ്റ്ററിയൊക്കെ നിറഞ്ഞ അടിപൊളിയൊരു കഥയായിരുന്നില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിലും അടിപൊളി ട്വിസ്റ്റുകളുള്ള മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.